توكلا متجردا في رزقك ثقة بوعد الرب أكرم مفضلا أما المعيل فلا يزول قرنه متوكلا لا تبذلا للناس عرضك طامعا في مالهم أو جاههم ഒറ്റക്ക് വേർപെട്ട് എല്ലാത്തിനും തവക്കലൻ നീ അള്ളാഹുവിൽ തവക്കുലാക്കണം. തീർച്ചയായിട്ടും മുത്തജദ്ദിദൻ ഫീ റിസ്ഖിക നീ മുത്തജദ്ദിദൻ ഫീ റിസ്ഖിക വേർപെട്ട് എല്ലാത്തിന്റെ വിഷയത്തിലും നീ തവക്കുലാവുക. മുത്തജദ്ദിദൻ ഫീ റിസ്ഖിക ത്തിന്റെ വിഷയത്തിലും, അതായത് നീ എല്ലാത്തിനും നിന്നും തനിച്ചവനായ നിലയിൽ, എല്ലാം ഒഴിവാക്കിയവനായ നിലയിൽ നീ തവക്കുലാക്കണം. നിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നീ തവക്കുലാക്കണം. ബിസിഖത്തി വഅദി റബ്ബി, അള്ളാഹുവിന്റെ കരാറിനെ ഉറപ്പാക്കിയിട്ട്. അതായത് ഒരു പണി എടുക്കണ്ട, ഒരു പണിയും എടുക്കണ്ട. ഉള്ള സമയം നിസ്കരിക്കാനും നോമ്പൊൽക്കാനും ഖുർആൻ ഓതാനും സുന്നത്തായ അമല് ചെയ്യാനും പെരുപ്പിക്കാനും വേണ്ടി അങ്ങനെ മെനക്കെടുക. ഭക്ഷണം തരാമെന്ന് അള്ളാഹ് ഏറ്റിട്ടുണ്ടല്ലോ, അങ്ങനെ നോക്കുക. ഇപ്പൊ പറയാം അടുത്ത വാക്ക്. പണിയെടുക്കരുത്, ഒരു പണിയെടുക്കണ്ട. പണിയെടുത്താൽ എനിക്ക് എന്താ പൈസ അല്ലേ, ഇജ് അതൊന്നും എടുക്കണ്ട, ഒരു പണി എടുക്കണ്ട. തവക്കലൻ നീ പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുലാക്കണം. തജരീദൻ എല്ലാത്തിനും വേർപെട്ട് നിൽക്കുന്നവനായ നിലയിൽ, അതായത് ഒരു ഏർപ്പാടിനോ പണിക്കോ ഒന്നിനും നീ പോകണ്ട. റിസ്ഖിന്റെ കാര്യത്തിൽ നീ എല്ലാത്തൊട്ടും തനിച്ച് ഒറ്റക്ക് നിൽക്കണം. പൈസ അല്ലേ, ഒരു ജോലിക്കോ തൊഴിലിനോ ഒന്നിനും പോകരുത്. പിന്നെയോ നീ എന്ത് ചെയ്യണം? എന്താണ് തവക്കുലാക്കേണ്ടത്? എന്താണ് റബ്ബ് കരാറുന്നത്? എന്തിന്റെ ഉറപ്പ്? ബി വഅദി റബ്ബി, റബ്ബിന്റെ കരാറുമലുള്ള ഉറപ്പ്. എന്താണ് റബ്ബ് കരാറുന്നത്? വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഈ ഭൂമിയിൽ ആർക്കും ഭക്ഷണം ഞാൻ കൊടുത്തോളാന്ന് അല്ലാഹു തആല ഏറ്റിട്ടുണ്ട്. അപ്പൊ ഈ അവിടെ തന്നെ നിൽക്കണം, ഒരു പണിക്കും പോകണ്ട. ആരാണ് അല്ലാഹു? അക്രമൻ, ഏറ്റവും മാന്യനാണ്. അതായത് പറഞ്ഞിട്ട് പിറ്റേന്ന് മാറ്റി പറഞ്ഞ ആളല്ല. അക്രമ അല്ലാഹു ആരാണ്? ഏറ്റവും മാന്യനാണ്. ഏറ്റവും മാന്യനായ അല്ലാഹു തആലാന്റെ കാരിനെ ഉറപ്പിച്ച് നീ എല്ലാ ഏർപ്പാടുകളിൽ നിന്നും മാറുക. അതിനാണ് മുത്തജരിദ് അറിയാം. ഏർപ്പാടുകളിൽ നിന്ന് മാറി നീ സമ്പൂർണമായി എന്തിലാകണം? തവക്കുലാകണം. മുഫ്ളില, അള്ളാഹുവിന്റെ ഫളിനെ പ്രതീക്ഷിച്ചവനായ നിലയിൽ. എന്നെ ആര് നടത്തും? ആര് നടത്തും? ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഏർപ്പാട് എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞേ, നജസായ മുഗല്ലദായ ഐനുൻ നജസായ നായ പന്നി, തൊട്ടാൽ 7 വട്ടം കഴിയേണ്ട നായ പന്നി, ഈ സാധനത്തിന് നേരത്തിന് ഭക്ഷണം കൊടുത്ത് പോറ്റുന്ന ഒരു റബ്ബ് എനിക്കുണ്ട്, നിനക്ക് അറിഞ്ഞൂടെ? അത്രയൊന്നും മോശമല്ലല്ലോ അബൂ യസീദ് എന്നും നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്ത് ചോദ്യം ചോദിക്കണത്? ആര് പറഞ്ഞേ? അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ റളിയല്ലാഹു അൻഹു. മനസ്സിലായോ പറഞ്ഞത്? അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പോറ്റുന്ന ഒരു റബ്ബ് യസീദ് ബിസ്താമി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അബൂ യസീദ് വലിയ ആളാ, ഭയങ്കര മഹാനാണ്. അബൂ യസീദിനെ എന്റെ മുരീദിനോട് പോലും ഖബർ ചോദിക്കൂല എന്നാണ് അബൂ യസീദ് പറഞ്ഞത്. അതാണ് അബൂ യസീദ്. അങ്ങനെയാണ്. അബൂ യസീദിന്റെ കൈ ആര് പിടിച്ചവരോട് പോലും ഖബർ ചോദിക്കൂല. ഒരാൾ മരിക്കാൻ നേരത്തെ അബൂ യസീദിന്റെ ആള് പറഞ്ഞത് റൂഹുൽ ബയാനിലുണ്ട്. പിന്നെ എന്നോട് മലക്ക് വരികയാണ് എങ്കിൽ പറയും, നിങ്ങൾക്ക് ഒരാളോട് ചോദിച്ചേ അടങ്ങൂ, നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അബൂ യസീദിനോട് ചോദിച്ചാളി, എന്നോടൊന്നും ഖബർന്ന് ചോദിക്കൂല എന്നോട് അബൂ യസീദ് പറഞ്ഞിട്ടുണ്ട്. അബൂ യസീദ് ഞങ്ങളുടെ ഏറ്റവും വലിയ മാന്യനും അള്ളാന്റെ ത്വാഅത്ത് ചെയ്യുന്ന കാര്യത്തിൽ ഒരു അണുകടുകള വ്യത്യാസമില്ലാത്ത ആളാണ്. ആര്? അബൂ യസീദ്. അബൂ യസീദ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഖബർ ചോദ്യം ഉണ്ടാവില്ല. പിന്നെ നിങ്ങളെങ്ങനെ എന്നോട് ചോദിക്കാം? നിങ്ങൾക്ക് ചോദിച്ചേ അടങ്ങൂ എന്ന് നിങ്ങൾക്ക് വാശിപ്പുറത്ത് നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടും ചെയ്തു. ചോദിക്കാതെ നിങ്ങൾക്ക് തിരിച്ചു പോകാനോട്ട് ചെയ്യാതെ അങ്ങനെ വാശി ഉണ്ടെങ്കിൽ അബൂ യസീദ് അവിടുത്തെ അടുത്ത ഖബറിലുണ്ടാവും, അവിടെ പോയി ചോദിച്ചാളി എന്ന് അബൂ യസീദ് ബിസ്താമി തങ്ങളുടെ മുരീദ് പറഞ്ഞോന്ന് റൂഹുൽ ബയാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വലിയ ആളാണ് ആര്? അബൂ യസീദ് റളിയല്ലാഹു അൻഹു. ഇത് അബൂ യസീദ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ യസീദ് റളിയല്ലാഹു അൻഹു
എന്നോട് ചോദിക്കപ്പെട്ടു എവിടെ ഞങ്ങളെ റിസ്ക്. ഇപ്പോൾ പറഞ്ഞ ഇതാണ്, ഈ ദുനിയാവിൽ ആഗ്രഹമായ കെൽബ് ഖിൻസീർ, ഇതിനൊക്കെയും ഭക്ഷണം കൊടുക്കുന്നവനാണ് ആര്? അല്ലാഹു. പിന്നെ ഈ അബൂ യസീൻ എന്തുകൊണ്ട് തരൂല? തന്നിരിക്കും. അതുകൊണ്ട് എന്തുകൊണ്ട് വഫിസ് സമാഇ റിസ്ഖുക്കും, നിങ്ങളെ ഭക്ഷണം അബൂ യസീദ് ഉണ്ട്. എല്ലാം അല്ലാഹു തആല സമയം ഇറക്കി തരും. എവിടെ നിങ്ങൾക്കുള്ള വഫിസ് സമാഇ റിസ്ഖുക്കും, വഫിസ് സമാഇ റിസ്ഖുക്കും, നിങ്ങൾക്ക് എല്ലാ ഭക്ഷണവും എവിടെ ഉണ്ട്? മുകളിലുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് സമയത്തിന് ഇറക്കി തരുന്നു പറഞ്ഞിട്ടുണ്ട്. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഈ ദുനിയാവിൽ ലോകത്ത് ഏതൊരു ചരാചരമാണെങ്കിലും അതിന്റെയും ഭക്ഷണം കൊടുക്കുന്നവർ ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ ബസ്രയിൽ, ഇറാഖിൽ ബഗ്ദാദ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പട്ടണം ബസ്രയാണ്. ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഈ ദുനിയ ഹസൻ ബസരി തങ്ങളുടെ ഈ ദുനിയാവുണ്ട് റബ്ബിന്റെ സഹായത്താൽ. ആ തലക്കും പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഒരു കൗല്. ഞാന് കുട്ടിക്കാലത്ത് പഠിച്ചപ്പോൾ വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്ന ആയത്ത് പഠിച്ചതിന് ശേഷം ഭക്ഷണത്തെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. കാരണം അള്ളാഹ് ഏറ്റതിന് ഞാൻ എന്തിനാണ് ആലോചിക്കണത് എന്ന് വിചാരിച്ച് ഞാൻ ആ വിഷയം ആലോചിച്ചിട്ടേ ഇല്ല. എന്നാൽ അമലിന്റെ കാര്യം അള്ളാഹു ഏറ്റിട്ടില്ല. ഇല്ല. എന്നാൽ അമലോ സെക്കൻഡും അണുമണി തൂക്കം ഒരു നന്മ അധികരിപ്പിച്ചാലേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അമ്മാമക്കാലത്ത് അപ്പൊ ഞാൻ ഇല്ല മെനക്കെട്ടിട്ടുള്ളൂ. ഞാൻ ഏൽക്കേണ്ട കാര്യമാണ് അള്ളാഹുക്ക് ചെയ്യേണ്ട അമല്. അള്ളാഹ് ഏറ്റ കാര്യമാണ് എന്ത്? കാര്യത്തിൽ ഞാൻ അപ്പൊ ഞാൻ ഏൽക്കേണ്ട കാലം ഇക്കാലം വരെ ഉണ്ടായിട്ടില്ല. ആര് പറഞ്ഞിട്ടുണ്ട്? ഹസൻ ബസരി. അവർ സയ്യിദു താബിഈനാണ്. ഒരു കച്ചവടത്തിനോ ഏർപ്പാടാണ് ആര്? ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾ ഒറ്റ പണിക്കും പോണ്ട, ഒന്നിനും മെനക്കെടണ്ട. അപ്പൊ തവക്കലൻ, നീ പൂർണ്ണമായി ഭാരമേൽപ്പിക്കുക. മുത്തചരിതൻ എല്ലാ ഏർപ്പാടുകളിൽ നിന്നും വേർപെട്ടവനായ നിലയിൽ ഒരു കച്ചവടത്തിനോ ഏർപ്പാടിനോ ഒരു പൈസ കിട്ടുന്ന പണിക്കോ തൊഴിലോ കച്ചവടം ഒന്നിനും പോണ്ട. നിന്റെ റിസ്ഖിൽ നീ പൂർണ്ണമായിട്ട് ഇക്കാലം വരെ ഉണ്ടായിട്ട് തവക്കുലാക്കണം. ഉറപ്പിനെ. എന്തിനോടുള്ള ഉറപ്പ്? ഹസൻ ബസരി അവർ സയ്യിദു താബിഈൻ, മാന്യനായ റബ്ബാണ്. മുഫ്ളില, ആ റബ്ബിന്റെ ഔദാര്യത്തെ പ്രതീക്ഷിക്കുന്ന നിലയിൽ ഇത് കാര്യങ്ങൾ ഒരു പണിക്കും പോണ്ട. നേരത്തിന് എന്ത് ചെയ്യാ? അതാത് സമയത്ത് ചെയ്യേണ്ട അമലും ചെയ്ത് അള്ളാഹ് എന്നുള്ള വിചാരത്തിൽ അങ്ങനെ കഴിഞ്ഞു കൊടുക്കോ. ഭക്ഷണത്തിനെ പറ്റി ആലോചിക്കേ വേണ്ട. ഇതാണ് ഉന്നതമായ അവസ്ഥ. ഇത് ടോപ്പ് അവസ്ഥയാണ്. പിന്നെ അമ്മൽ മൊഴിയിലു. പക്ഷെ പെണ്ണുങ്ങളും കുട്ടികളും ഉള്ളവര് അവൻ ഒരു തൊഴിലിനെ തൊട്ട് കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു തൊഴിലിനെ തൊട്ട് ഇരിക്കൽ അവന് ജായിസാവുകയില്ല. തവക്കിലൻ, എല്ലാം തവക്കുലാക്കി ആർക്കും ഇരിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങളും ഞാനൊക്കെ ഒഴിവായി കിട്ടി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതാണ് രണ്ടാമത്തെ ബെയ്ത്ത് പറയാതെ ഒന്നാമത്തെ ബെയ്ത്തും കേട്ട് പോകരുത്. അമ്മൽ മുഅയിലു, ഭാര്യ മക്കളും ഉള്ളവർ, ഫലാ യജൂസു, അവന് ജായിസാവുകയില്ല. ഖുഊലുഹു, അവന്റെ ഇരുത്തം. എന്തിനെ തൊട്ട്? അൻ മക്സബിൽ ഇയാലി, കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു തൊഴിലിനെ തൊട്ട്. മുതവക്കിലൻ, തവക്കുലാക്കിയും കൊണ്ട് അങ്ങനെ പടച്ചോൻ തരയിരിക്കും എന്ന് പറഞ്ഞ് ഇരിക്കാൻ ജായിസാവൂല. കാരണം അവന്റെ നഫ്സില് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവന് സബർ ചെയ്യാം. കുട്ടികൾ ഭാര്യം എന്ത് ചെയ്യൂല? സബർ ചെയ്യില്ല. അവരെ ഈമാൻ പോലും ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ അവരെന്തെന്നെ ചെയ്യേണ്ടത്? അധ്വാനിക്കന്നെ വേണം. കാരണം എന്തുണ്ട്? അവർക്ക് പെണ്ണുങ്ങൾ കുട്ടികളുണ്ട്. ഭാര്യ അയാൽ എന്നാണ് ഭാര്യ സന്താനങ്ങൾ ഉള്ളവർ പല യജൂസു. അപ്പോൾ അവർ തൊഴിലിന് പോകാതിരിക്കൽ ഹറാമാണ്. അവർ തൊഴിലിന് പോകാതിരിക്കൽ, കാരണം ലായജൂസിന്റെ അപ്പുറത്ത് എന്താ വരിക? ഹറാം. ലായജൂസു, ഒരു കാര്യം ജായിസ് അല്ല എന്നാണ് പിന്നെ എന്താ വരിക? ഹറാമാണ്. കറാഹത്തിൽ പോലും ഒരു ശിക്ക യജൂസാണ്. കറാഹത്തിൽ പോലും ഒരു ശിക്ക ജായിസാണല്ലോ. മനസ്സിലായി? കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സംഗതി ജായിസാണ്, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അത്രയല്ലേ ഉള്ളൂ. ശിക്ഷ ഒന്നും ഉണ്ടാവില്ല. ജായിസുമാണ്. എന്ത്? വലഭാഗത്തേക്ക് തുപ്പൽ ജായിസാണ്. എന്നാൽ തുപ്പ എന്തല്ല? എന്തല്ല?
ഹറാമല്ല, തുപ്പിയാൽ ഹറാമല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? സർക്കാർ കൊടുക്കുന്ന ശമ്പളം വാങ്ങുക, സർക്കാരിന്റെ കിട്ടുന്ന ഔദാര്യങ്ങൾ വാങ്ങുക, സർക്കാരിൽ നൽകുന്ന പാരിതോഷങ്ങൾ സ്വീകരിക്കുക. എത്തരത്തിൽ സർക്കാരിന്റെ സമ്പത്തിൽ ഹലാലും ഉണ്ട് ഹറാമും ഉണ്ട്. മറ്റേ കള്ള് വഴി കിട്ടുന്നതും ഒക്കെ ഉണ്ട്, ഹലാലും ഉണ്ട്. അപ്പോൾ സർക്കാരിന്റെ വരുമാനങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക. എന്തല്ല? ഹറാമല്ല. കറാത്താന്ന് പറയാ. കറാത്താണെങ്കിൽ തന്നെ സംഗതി എന്താവും? ജൈസാവും. പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ ലായ ജൂസുവാ പറഞ്ഞത്. ലായ ജൂസുവിന്റെ അർത്ഥം എന്താ? അപ്പുറത്തെന്താ? ലായ ജൂസു എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താ? ഹറാമാണ്. അമ്മൽ മുഴയിലു. നോക്ക് അമ്മൽ മുഴയിലു ഫലാ യജൂസു ഖുഊദു അൻ മക്സബിൽ ഇയാലിഹി മുതവക്കിലാ എന്ന്. അമ്മൽ മുഴയിലു പറഞ്ഞാല് രണ്ടർത്ഥം മോനെ. ഭാര്യ സന്താനങ്ങളുള്ള കിഫായത്തിന്റെ ഖദർ ലഭിക്കാത്ത ആളാണ് മുഴയില്. അതായത് ഒരാൾക്ക് ഭാര്യ സന്താനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര സമ്പത്തുണ്ടാവും, അതവിടെ അങ്ങനെ നടക്കുന്നുണ്ടാവും. മനസ്സിലായില്ല? അങ്ങനത്തെ ചില ആളുണ്ടാവും. അവർക്ക് അവര് നോക്കിയിട്ടില്ലെങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നടന്നു. അവരാ നോക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോണ ആളുണ്ടാവും. അവരതിനെ പറ്റി ഒന്നും അറിയേയില്ല. അവർക്ക് കിട്ടേണ്ടത് ഇങ്ങനെ വന്നു പോകുന്നല്ലാതെ അവരെ പറ്റി അങ്ങനത്തെ മുതലാൾമാരുണ്ടാവുമല്ലോ. ഇപ്പൊ വലിയ കച്ചവടക്കാരനാവും ഫാദ് രാജാവും അബ്ദുള്ള രാജാവും. ഇവരിപ്പം നേരത്തെ ഓരോ പണിക്കാരെ വിളിച്ച് അന്വേഷിക്കോ? ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് എന്താണെന്നറിയോ? മുത്തജരീദിനെ പോലെ തന്നെയാണ് ടോപ്പ് മുതലാളി. മുത്തജരീദിനെ പോലെയാണ് ആര്? ടോപ്പ് മുതലാളി. ഓനും ചെയ്യാൻ പാടില്ല, അവനും ചെയ്യാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. എന്ത്? ഉദാഹരണം, ഭാര്യ മരിച്ചു, ഭർത്താവ് കുട്ടികളെ കെട്ടിക്കേണ്ടവരെ കെട്ടിച്ചു, ആണുങ്ങൾ പെണ്ണിട്ടേണ്ടത് പെണ്ണും കെട്ടി, കടവും കാര്യങ്ങളും അതും ഇല്ല. അയാൾ മുത്തജരീദ. കാരണം അയാൾക്ക് എന്തില്ല? അയ്യാലില്ല. അയ്യാലെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? അയാൾ ചെലവിന് കൊടുക്കൽ ബാധ്യസ്ഥരായ ആളുകളൊന്നും അയാൾക്ക് ഇല്ല. അയാൾ തനിച്ച ആളാണ്. അയാൾക്ക് എന്തും ചെയ്യാം. പഴയ കാലത്ത് ഇത്തരം ആളുകൾ മദീനത്ത് പോയി താമസിക്കുമെന്നാണ്. എന്തിന്? അവസാനത്തെ മരണം എവിടെയാവുക? മദീനത്താകാൻ. കാരണം മദീനയിൽ മരിച്ചു കിട്ടാൻ വേണ്ടി പണിയെടുത്തോളി. മദീനയിൽ മരിച്ചവർക്ക് ഞാൻ ഷഫാഅത്ത് ചെയ്യുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. അപ്പം പെൺകുട്ടികളൊക്കെ ആണ് കെട്ടിച്ച് എല്ലാവരും കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുസ്ഥാനികൾ ധാരാളം. ഹിന്ദുസ്ഥാനികള് ഒരു കാലത്ത് ദീൻ നിലനിർത്തിയത് ഹിന്ദുസ്ഥാനികളാണ്. ലോകത്ത് ദീൻ ലൗലാ കാന അഹ്ലുൽ ഹിന്ദി എന്ന് മുഹമ്മദുൽ ഖുദരിബക്ക് തന്റെ താരീഖിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാരില്ലായിരുന്നുവെങ്കിൽ ഇൽമുൽ ഹദീസ് എന്ന സാധനം ലോകത്തുണ്ടാകുമായിരുന്നില്ല. ഇൽമുൽ ഹദീസ് ലോകത്ത് നിലനിർത്തിയത് ഇന്ത്യക്കാര്, അത് കേരളക്കാരല്ല. കേരളത്തിൽ ഇന്നും ഇൽമുൽ ഹദീസ് ഇല്ല. ഇൽമുൽ ഹദീസ് ഹിന്ദുസ്ഥാനികളായില്ലാണ്. മനസ്സിലായിരുന്നു? അവർക്ക് ആദ്യകാലത്തിൽ പരിപാടി ഉണ്ട്. നമ്മൾ അഹ്ലുൽ ഫിഖാണ്. നമ്മൾക്ക് ഹദീസിനേക്കാൾ പ്രാധാന്യം നമ്മുടെ നാട്ടിൽ എന്തിനാണ്? കർമ്മശാസ്ത്രത്തിനാണ്. അവിടെ അങ്ങനെയല്ല, അവിടെ ഹദീസിനാണ് പ്രാധാന്യം. അപ്പൊ അങ്ങനത്തെ കുറെ ആളുകൾ, അതൊക്കെ ഓരോ ഒക്കെ നല്ല തന്നെയാണ്. ഒരു ഭാഗത്ത് അങ്ങനെ മറ്റേ ഭാഗത്തുണ്ടോ ഒക്കെ സ്വാഭാവികമാണ്, അതിലൊന്നും തെറ്റില്ല. എന്നാൽ അവര് സ്വഭാവം ഉണ്ടായിരുന്നു അത്ര. അവരെന്ത് ചെയ്യും? ഒരു പരിചയം കഴിഞ്ഞാൽ പിന്നെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് ആണ്. പിന്നെ അയാൾക്ക് മുതലുണ്ടെങ്കിൽ ആ മുതലെന്നാൽ പരിഗണിക്കൂല. അയാൾക്ക് മുതലൊക്കെ ഉണ്ടാവും, അങ്ങനെ പരിഗണിക്കൂല. അയാളോട് പോകും, ഒറ്റ പോകും. പിന്നെ മദീനയിൽ പോയി അങ്ങനെ വല്ല കാര്യമൊക്കെ സംസമ്പളം കുടിച്ച് അങ്ങനെ കഴിഞ്ഞ് അവിടെ മരിക്കും. അങ്ങനത്തെ സമ്പ്രദായം പല ആളും. അയാളും ആരാണ്? മുത്തജരീദാണ്. കാരണം അയാൾക്ക് കൊടുക്കൽ ബാധ്യസ്ഥരായ ആരും ഇല്ല. ഈ കൂട്ടത്തിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അവരും മുത്തജരീദായിരിക്കും. ഈ കൂട്ടത്തിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അവരും മുത്തജരീദാണ്. മുത്തജരീദാവുക എന്ന് പറഞ്ഞാൽ അതന്നെ ഒന്നുമില്ല, ബാധ്യത ഒന്നുമില്ല അങ്ങനത്തെ. അമ്മൽ മൊഴയിലു എന്ന് പറഞ്ഞാൽ ഭാര്യ സന്താനങ്ങളുള്ള ദരിദ്രനാണ് മൊഴയില് അറിയാം. ഭാര്യ സന്താനങ്ങളുള്ള ദരിദ്രൻ. ഭാര്യ സന്താനമുണ്ട്, പക്ഷെ ഇഷ്ടം പോലെ പൈസയുണ്ട്. അവരെന്ത് മൊഴയിലാണ്? അവര് മുത്തജരീദ് പോലെയാവും. കാരണം അവർക്കൊന്നും അറിയേണ്ട ആവശ്യമല്ല. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളും കുട്ടികളും വന്ന് വലിയ ബിസിനസ് ഉണ്ട് കോഴിക്കോട്ടങ്ങാടിയിൽ. അപ്പൊ മക്കളെ എന്ത് ചെയ്ത് ഏൽപ്പിച്ച് വിൽപത്രം വേണമെങ്കിൽ എഴുതി വെച്ച് ഇന്നാലിനൊക്കെ കൊടുത്താളി വേണ്ട. അല്ലെങ്കിൽ എന്ത് ചെയ്തു? മുതലൊക്കെ അയാളെ തന്നെ. അയാൾ മരിച്ചാൽ ബലോചിച്ചോളൂ. മനസ്സിലായില്ലേ? അയാളാണ് പോയി. അല്ലെങ്കിൽ ഇരിക്കും കാലത്ത് തന്നെ മക്കൾക്കൊക്കെ എന്ത് ചെയ്ത്
ഒരുമിച്ച് കൊടുത്ത് പിന്നെ ഒരു കല്യാണം കഴിക്കാനൊന്നും അയാൾക്ക് ഉദ്ദേശമല്ല, അയാളവിടെ പോയി അങ്ങനെ. പിന്നെ അമൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൽ റിയാലിഹി മുതവക്കിലാ. അമൽ മുഈലു ഭാര്യ സന്താനങ്ങളുള്ള ദരിദ്രൻ. പിന്നെ ഫലാ യജൂസു അവന് ജായിസാവുകയില്ല ഖുഊദുഹു അവന്റെ ഇരുത്തം. അഞ്ചിനെ തൊട്ട് അൻ മക്സബിൽ റിയാലിഹി തന്റെ കുടുംബത്തിന് ലാഭമുണ്ടാക്കുന്ന ഒരു തൊഴിൽ നേടാതെ, തൊഴിലിന് പോകാതെ അവന്റെ ഇരുത്തം അവൻ ഒരിക്കലും ജായിസാവുകയില്ല. മുതവക്കില തവക്കുല എന്നൊക്കെ ഇരിക്ക ആര് തരും? അള്ളാഹു നടന്ന് ഇരിക്കാൻ പാടില്ല, നമ്മളൊന്നും അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന്. പിന്നെ 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 നീ എന്നാൽ പോലും നീ ചെലവഴിക്കരുത് ലിന്നാസി ജനങ്ങൾക്ക് നിന്റെ അഭിമാനത്തെ. എന്നാൽ പോലും ഈ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടെങ്കിൽ പോലും അഭിമാനം നാശാക്കരുത്. ത്വാമിഅൻ ഫി മാലിഹിം ജനങ്ങളെ ധനത്തിൽ ആഗ്രഹിച്ചിട്ടോ ഔ ജാഹിഹിം അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സ്ഥാനത്തെ ആഗ്രഹിച്ചിട്ടോ ജനങ്ങൾക്ക് മുന്നിൽ തന്റെ അഭിമാനത്തെ പണയപ്പെടുത്താൻ പാടില്ല. അവനൊരു പരിധിയുണ്ട്. ആർക്ക്? പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉള്ള ദരിദ്രനാണെങ്കിലും നാട്ടുകാരെ മുന്നിൽ അമ്മായിയായി നടക്കരുത്. അവിടെ അവൻ ആരാ ഓർക്കണം? അള്ളാനെ ഓർക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഉദാഹരണം, പണിക്ക് പോണ ഒരു മനുഷ്യൻ, അയാൾ പറഞ്ഞ് എന്റെ പണി എടുക്കുമ്പോ അങ്ങനെ ജമാഅത്തിനൊന്നും പോകാൻ പറ്റൂല, എന്നാ ഇജ്ജ് വേറെ ആളെ നോക്ക് എന്ന് പറയാം. നാട്ടിൽ സത്യത്തിൽ ഇവനെ പോലെ പണി തരാവുന്ന ഒരാൾ ഇല്ല എന്ന് നോക്കുക. എന്നാലും പറയാം ഇജ്ജ് പണി നോക്ക്, ഞാൻ വലിയ മൊലാളിന്റെ കൽപ്പന കേട്ടാ പോകും എന്ന് പറയാം. നിങ്ങൾക്ക് പറഞ്ഞ അവിടെ ഇപ്പൊ ഇയാൾ കുറ്റക്കാരനാവൂല. എന്തുകൊണ്ട്? മനസ്സിലായി പറഞ്ഞ ഇവിടെ എന്നാലും വേണ്ടില്ല മൊലാളി അങ്ങനെ പറയരുത്. ത്വാമിഅൻ ഫി മാലിഹിം ഔ ജാഹിഹിം ടാക്സി വിളിച്ച് ടാക്സിയിൽ കയറി പോകുകയാണ്. അപ്പം ഡ്രൈവർക്ക് പറയാ എന്ത്? പിന്നെ നിങ്ങൾ വിചാരിച്ച കുതിരവിടൽ എന്റെ വണ്ടിയിൽ വന്നാൽ നടക്കൂല. നിങ്ങൾ ബീവറേജിന്റെ മുന്നിൽ നിർത്താൻ പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തൂല. മനസ്സിലായ പറഞ്ഞത്? നിർത്തൂല. ഇതാണ് ഇസ്സത്തുള്ള മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. മൊത്തം ഫത്വ ചോദിക്കും. മുത്തദല്ലില. എങ്ങനെ ഫത്വ ചോദിക്കാം? നമ്മള് ടാക്സി ഓടിക്കുമ്പോ നമ്മളെ വണ്ടിക്കാരനെ ബ്രീവറേജിന്റെ അവിടെ നിന്ന് നിർത്താൻ പറഞ്ഞാല് നമ്മൾ നിർത്തുന്നത് തെറ്റുണ്ടോ ഉസ്താദെ? മനസ്സിലായില്ല. അതിൽ നിന്ന് തന്നെ തിരിയാ അവിടെ ഓനാഗ്രഹം നിർത്തായേ അതൊന്നും തെറ്റില്ലടാന്ന് നമ്മൾ പറയലാണ് ഓന്റെ ഒരു ഉദ്ദേശം. മറ്റേ ഫത്വ ചോദിക്കാൻ നിൽക്കൂല. ജി വേറെ വണ്ടി വിളിച്ചോന്ന് പറയും. മനസ്സിലായില്ല? ഇതുവരെ പോകുന്നതിന്റെ വാടക കൊണ്ട മനസ്സിലായില്ല. വയനാട്ടിക്ക് വണ്ടി വിളിച്ച് കുന്നമംഗലത്ത് എത്തിയപ്പോഴത്തിന് ഇവന് കുപ്പി വാങ്ങണമെങ്കിൽ പറയാം കോഴിക്കോട്ടേക്ക് കുന്നമംഗലത്തേക്കുള്ള വാടക നന്നളാ. ഇത് വേറെ വണ്ടി വിളിച്ചു. അവിടെ സ്റ്റാൻഡിൽ ഇഷ്ടം പോലെ വണ്ടി ഉണ്ട്. ജിന്റെ വണ്ടി കണക്കാക്കണ്ട. സത്യത്തിൽ വയനാട്ടിക്ക് നല്ലൊരു ഓട്ടായ എങ്ങനെ ഒരു 10,000-2,000 റുപ്യ ബാക്കി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താകണ്ട. അങ്ങനെ സാരല്ല. പിറ്റേന്ന് മൂല്യരോട് 10 ചോദിക്കുക. അങ്ങനെ ഒരു കാട്ടിയാല് നമ്മള് എന്താ കാട്ട മൂല്യരെ? മനസ്സിലായില്ല? ഈ ജാതി വർത്താനത്തിനും 10 ആരും പോകൂല. ആൺകുട്ടികൾ പോകൂല. വേറെ വണ്ടി വിളിച്ചടാ അതിന് ഇവിടെ നടക്കൂല എന്ന് പറയാം. മനസ്സിലായില്ലേ? നേരെ മറിച്ച് അതിൽ വന്ന വണ്ടിക്കാരൻ അപ്പം വണ്ടി ഇങ്ങനെ നിൽക്കണ സമയത്ത് ഇവര് രണ്ടും കെട്ട നിലയിൽ നിൽക്കുമ്പോ വന്ന മൂല്യരോട് എന്നാ നമുക്ക് ഇയാളോട് ചോദിക്കാം, അല്ല ഇതിന് തെറ്റുണ്ട മൂല്യരെ എന്നാ? അപ്പൊ മൂല്യര് പറഞ്ഞില്ല, ഈ വണ്ടി വിളിച്ചല്ലേ, ഈ കുഴപ്പമൊന്നും ഈ ബീവറേജൊന്നും വാങ്ങി കൊടുക്കണമെന്നില്ലല്ലോ, അതിലൊന്നും തെറ്റില്ല എന്ന് പറഞ്ഞാൽ മൂല്യര് പറഞ്ഞാൽ പോലും പറയാ നിങ്ങൾക്ക് വല്ല വണ്ടി ഉണ്ടെങ്കിൽ വില കൊണ്ടേക്കോളി, നിങ്ങൾ നമ്മളെ തൽക്കാലം ഈ വണ്ടി കയറ്റണ്ടെന്ന് മൂല്യരോടും ഓൻ പറയും. എന്തുകൊണ്ട്? ഓന്റെ ലക്ഷ്യം ആര് മാത്രമാണ്? അല്ലാഹു. നിന്റെ മനസ്സിൽ ചൊറിച്ചിലുള്ള കാര്യം നീ എടുക്കരുത്. ജനങ്ങൾ ഫത്വ തന്നാൽ പോലും എടുക്കരുത്. ജനം ചെയ്യാം എന്ന് ഫത്വ തന്നാൽ പോലും എടുക്കരുത്. നീയും നിന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം നാശാക്കരുത്. നോക്ക്. അതായത് പണിക്ക് വേണ്ടിയിട്ട് എന്ത് പണിക്കും പെണ്ണുങ്ങളും കുട്ടികളുള്ള ദരിദ്രന്മാര് എന്ത് പണിക്കും പോകണം എന്ന് പറയുമ്പോ തന്നെ പറയാ എന്ത്? എന്നാത്തോലും അവന്റെ അള്ളാഹുമായുള്ള ബന്ധം വഷളാക്കിയ ഒരു പണിക്കവൻ പോകരുത്. നോക്ക്,
ഒരിക്കലും നീ ചെലവഴിക്കരുത് ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി നിന്റെ അഭിമാനത്തെ ത്വാമിഅൻ അത്യാഗ്രഹിയായിട്ട് ഫീ മാലിഹിം ജനങ്ങൾ തരുന്ന സമ്പത്തിലോ ഔ ജാഹിഹിം അല്ലെങ്കിൽ ജനങ്ങൾ തരുന്ന സ്ഥാനമാനത്തിലോ അത്യാഗ്രഹിയായിട്ട് നിന്റെ അഭിമാനം നീ ജനങ്ങൾക്ക് മുന്നിൽ ചെലവഴിക്കരുത്. മുതദല്ലിലൻ വിനയാന്വിതനായി. മുതദല്ലിലൻ ആയിക്കോട്ടെ, നിങ്ങളിപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, മുതലാളി അങ്ങനെ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, മുതലാളി അങ്ങനെ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, അത് ഇവര് പറയൂല എന്ന്. പിന്നെ മനസ്സിലായില്ല? മനസ്സിലമ്മൽ മുഴയിൽ വതവക്കലൻ ഫീ മുതജർരിദൻ ഫീ റിസ്ഖിക സിഖതൻ ബിവഅദിർ റബ്ബി അക്രമ മുഫ്ളില അമ്മൽ മുഴയിൽ ഫലാ യജൂസു ഖുദുഹു. എന്ന് അടുത്തത് أخلص وذا أن لا تجيد بطاعة إلا التقرب من إلهك ذي الكلام. എന്ന് അഖ്ലിസ്, നീ ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കണം. എന്ത് ചെയ്യുമ്പോഴും എന്ത് വേണം? ഇഖ്ലാസ്. വദാ ഇഖ്ലാസ് എന്നാൽ അല്ലാ തുരീദ ബിത്വാഅത്തിൻ, നിന്റെ ആരാധന കൊണ്ട് നീ ഉദ്ദേശിക്കലാണ് ഇല്ല തഖറുബ മിൻ ഇലാഹിക, നിന്റെ റബ്ബിനോടുള്ള സാമീപ്യമല്ലാതെ ഒന്നും ഉദ്ദേശിക്കരുത്. ഇതിൽക്കല സംരക്ഷിക്കാൻ കഴിയുന്ന, നിന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന നിന്റെ റബ്ബിനോടുള്ള സാമീപ്യമല്ലാതെ ഒന്നും ഒരു ആരാധന കൊണ്ട് ഉദ്ദേശിക്കാൻ പാടില്ല. ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും ഉദ്ദേശിക്കാൻ പാടില്ല. ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും ഉദ്ദേശിക്കാൻ പാടില്ല. ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും ഉദ്ദേശിക്കാൻ പാടില്ല. ഉദാഹരണം പറയാം, ഉംറക്ക് പോകാൻ തീരുമാനിച്ച്, അപ്പൊ അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? കുടുംബക്കാരനോ ബന്ധക്കാരനോ നാട്ടുകാരനോ ഒരു 5 ലക്ഷം ഉറുപ്പ്യ 4 കൊല്ലം മുമ്പ് വാങ്ങിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓന് ജിദ്ദയിൽ കച്ചവടമുണ്ട്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ എന്ത് ഉംറക്ക് പോണ കൂട്ടത്തിലാണ് പോയി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചെല്ല, ഇത് അള്ളാഹു സ്വീകരിക്കൂല. കാരണം ഇതുമ്മൽ എന്ത് ഉദ്ദേശമുണ്ട്? തിരിഞ്ഞിട്ടില്ല. എന്തുദ്ദേശമുണ്ട്? ആ പൈസ കൊല്ലം വാങ്ങിയിട്ടേ പോരുള്ളൂ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നാ അത് തെറ്റാണോ? തെറ്റൊന്നല്ല, പക്ഷെ അത് ശിർക്കുൻ ഖഫിയാണ്. അതായത് ഒരു സംഗതിയിൽ ചെറിയൊരു ശിർക്ക് കൂട്ടി അള്ളാന്റെ പാറ്റിൽ വേറൊരു കാര്യം ഉദ്ദേശിച്ച്. ഏതുപോലെ അതിന് വേറൊരു ഉദാഹരണം പറയുന്നത് റഹിൽ കാക്കുന്നവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നത് പോലെയാണ്. അതായത് ഒട്ടകക്കൂട്ടം വന്നിട്ട് താമസിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഒരാളെ എന്ത് ചെയ്യും? കാവലിന് നിർത്തും. ഓൻ എന്തും ചെയ്യും? തഹജ്ജുദ് നിസ്കരിക്കും. മനസ്സിലായില്ല? ഈ തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് കാരണമുണ്ട്. എന്ത്? ഓൻ ഒറ്റക്ക് ഇരിക്കുകയാണെങ്കിൽ തൂങ്ങി ഉറങ്ങും. തിരിഞ്ഞില്ല. ആ ഒട്ടകക്കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഇവൻ പരിശോധിക്കാൻ വന്ന അവൻ തൂങ്ങി ഉറങ്ങുന്നത് കണ്ട അവൻ അന്നത്തെ രാത്രി ശമ്പളം കിട്ടൂല. അപ്പൊ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത്? തഹജ്ജുദ് നിസ്കരിച്ചു. തഹജ്ജുദ് നല്ല പണിയല്ലേ എന്ന് വിചാരിച്ച് നല്ല പണി സൊറ പറഞ്ഞിരിക്കല. അവിടെ എന്ത് പറ്റൂല? തഹജ്ജുദ് നടക്കൂല. തിരിഞ്ഞില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടാവും. ഭയങ്കര വർത്താനാണ്. അതായത് ഒരു അള്ളാന്റെ അമൽ കൊണ്ട് വേറൊരു സംഗതി ഉദ്ദേശിക്കാൻ പാടില്ല. പാടില്ല. അത് പാടില്ല. അത് പാടില്ല. അങ്ങനെ ഒരു സംഗതി പാടില്ല എന്ന് എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ പത്തിരി തിന്നുമ്പോൾ എന്ത് ചെയ്യരുത്? പ്ലേറ്റ് തുടക്കരുത്. മനസ്സിലായില്ല? അത് ഭക്ഷണത്തെ നിന്ദിച്ചു. മനസ്സിലായിട്ടില്ല? പത്തിരി തിന്നോ, അവസാനത്തെ പത്തിരിയും തിന്നോ. മനസ്സിലായില്ല? നമുക്കൊരു പരിപാടി ഉണ്ടല്ലോ. എന്ത്? ലാസ്റ്റ് അപ്പത്തിന്റെ ഒരു ചീന്ത് ഒരു അല്പം എടുത്തിട്ട് എന്ത് ചെയ്ത് പ്ലേറ്റ് മൊത്തം തുടച്ചാണ്ട് അതാണ് തൊള്ളിയിലിട്ട്. അപ്പോൾ പിന്നെ ഭക്ഷണത്തെ ഇവിടെ നിന്നിച്ച്. കാരണം നിനക്ക് പ്ലേറ്റ് തുടക്കാൻ എന്ന ശീലകഷ്ണല്ല. എന്ത്? അള്ളാഹു ആകാശത്ത് ഇറങ്ങി തന്ന റിസ്ക്. അത് ഇജ്ജ് വേറെട്ടോ. മറ്റത് ഇജ്ജ് എന്ത് ചെയ്തോ? എന്റെ വിരലെടുത്തോ. അത് അള്ളാഹു തുടക്കാൻ വേണ്ടി തന്നതാണ്. ഒന്നുകൊണ്ട് രണ്ടുദ്ദേശിക്കാൻ മനസ്സിലായില്ല? അതായത് ആ പത്തിരി തിന്നലുമായി, തുടക്കലുമായി, പാത്രം നല്ല ഉഷാറുമായി, അത് സുന്നത്തുമായി. പക്ഷെ വേറെ വേറെയാണ് ഈ സുന്നത്തൊക്കെ.
പത്തിരി കൊണ്ട് അവസാനത്തെ പത്തിരി കൊണ്ട് പാത്രം തുടച്ചാൽ ഗുണത്തിലേറെ ദോഷം ഉണ്ടാകുക. സത്യത്തിൽ അള്ളാന്റെ റിസ്ക്കിന് അവൻ എന്ത് ചെയ്ത് നിന്ദിച്ചു. അത് തുടക്കാനുള്ളതല്ല. അത് കറി പറഞ്ഞ് ആ കറി എടുത്ത് അതിൽ പറ്റിയ കറിയും കൊണ്ട് അത് വായിലിട. എന്നിട്ട് പാത്രം വൃത്തിയാക്കലോ അത് മുത്തദല്ലിലായി അള്ളാന്റെ മുന്നിൽ വിനയാന്യതിനായി. അള്ളാഹ് അന്ന് റിസ്ക് കൊണ്ടല്ല അപ്പണിയെടുക്കണ്ടത്. ആ പണിയെടുക്കേണ്ടത് എന്റെ കൈ കൊണ്ടാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒന്നുകൊണ്ട് രണ്ടിനെ ഉദ്ദേശിക്കാൻ പാടില്ല. ഒന്നിനെ പോയിട്ടില്ല. ഉദ്ദേശം ഇല്ലെങ്കിലോ ഉദ്ദേശം ഇല്ലെങ്കിലോ ഒരു കുഴപ്പമില്ല കുഞ്ഞുമോനെ, ഒന്നുമില്ല. ഇനിയും ചോദിച്ചോ. ഉദ്ദേശമല്ല. ഇവൻ ഉംറക്ക് പോയി, മനസ്സിലായില്ല? ഇവൻ ഉംറക്ക് പോയി, അങ്ങനെ ഉംറ കഴിഞ്ഞു പോന്നു. അതിനിടയിൽ ഇവൻ ഉംറക്ക് വന്നു എന്ന് വിചാരിച്ച് മറ്റേ ആൾ അറിഞ്ഞ് ഫോൺ ചെയ്ത് അല്ലെങ്കിൽ അടുത്ത് വന്നു. ആ പൈസ നമുക്ക് പിന്നെ അടുത്ത ദിവസം എടുക്കട്ടാ, അല്ലെങ്കിൽ ഇതാ അതിന്റെ 2 ലക്ഷം ബാക്കി നമുക്ക് നാട്ടിൽ കയക്കട്ടോ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. ഞാൻ അതിന് പോകണമല്ല. ഞാൻ അപ്പൊ അതിനോട് പറയാൻ കരുതിയിട്ടുമില്ല. ഞാൻ അതിനോട് പോകണതുമല്ല. അതെന്റെ സൗകര്യം പോലെ ചെയ്യ്. ഒക്കെ നമുക്ക് പിന്നെ പറയാം. ആയുസ് ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ കുട്ടികളെങ്കിലും ബാക്കി ഉണ്ടാവും. യാ മനസ്സിലാം. സാധാരണ ചെയ്യുന്ന രീതി എന്ത് നല്ല പറഞ്ഞ് അല്ല. ഞാൻ പറയാ, ഞാനൊരിക്കൽ ചെയ്തപ്പോ എന്റെ ഉസ്താദ് എന്നോട് എതിർത്ത് പറഞ്ഞ വർത്താനാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ പറഞ്ഞ അത് എനിക്ക് തുടക്കാൻ തന്ന സാധനമല്ല, അത് അള്ളാന്റെ റിസ്ക്കാണ്. അത് ഇനി വേറെ തിന്നണം. തുടക്കൽ എന്തുകൊണ്ട് വേണം? അള്ളാന്റെ റിസ്ക് കൊണ്ട് പ്ലേറ്റ് കട തുടക്കാൻ പാടില്ല. അത് അള്ളാന്റെ റിസ്ക്കിനെ നിന്ദിക്കലാണ്. അവിടെ ഇനി രണ്ടാമത്തെ സംഗതി അവിടെ നടക്കൂല. നിയ്യത്ത് മാറിയ ഒക്കെ നാറി. ഉദാഹരണം പറയാ, പെണ്ണെട്ടൽ നല്ലതല്ലേ? നല്ലല്ലേ? ഇതല്ലേ? അല്ല, അങ്ങനത്തെ അഭിപ്രായം. പെണ്ണ് കെട്ടൽ നല്ലതല്ലേ? തനാകഹു, കല്യാണം നടത്തി, കല്യാണം കഴിക്കി. തനാസലു, കുടുംബത്തെ ഉൽപ്പാദിപ്പിക്കി. തകാസറു, കൈനാർത്തോളം കുട്ടികളുണ്ടാക്കി. ഫൈനി ഉബാഹി ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ, നിങ്ങൾ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മറ്റുള്ള ജനങ്ങളോട് അഭിമാനം പറയാലോ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നല്ല പണിയല്ലേ കുട്ടികളെ നിക്കാഹ്? നല്ല പണിയല്ലേ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കല്? അല്ലേ കുട്ടികളെ? പറയും കുട്ടികളെ, അല്ലേ? ആണ്. എന്നാൽ മുഹിബ്ബു ഉമ്മി ജമീൽ എന്ന സ്വഹാബി ഉമ്മു ജമീലുള്ള കാഫില സംഘത്തിൽ മദീനയിൽ വന്ന് കേറിയപ്പോ മുസ്തഫ നബി പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂലി കിട്ടുന്ന കാര്യം നീ വെറുതെ നഷ്ടപ്പെടുത്തിയെന്നാണ്. കാരണം മുഹിബ്ബു ഉമ്മി ജമീൽ എന്ന ഈ മനുഷ്യൻ ഹിജ്റ ആ സംഘത്തിൽ വരാനുള്ള കാരണം ഉമ്മു ജമീൽ എന്ന സുന്ദരിയായ പെണ്ണ് ആ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ്. ഇയാൾക്ക് ഫാഹിഷത്ത് ഉദ്ദേശം തന്നെയല്ല. ആ യാത്രാ സംഘത്തിൽ എവിടെയെങ്കിലും അവളെ വെട്ടിച്ച് തോന്നിയാസം ചെയ്യണമെന്ന് അയാൾക്ക് ഉദ്ദേശമില്ല. അയാൾ അവളെ രോമത്തുമ തൊട്ടിട്ടില്ല. അയാളുടെ ഉദ്ദേശം എന്താ? മദീനയിലെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒറ്റപ്പെട്ട് വരുന്ന പെണ്ണുങ്ങളെ പലർക്കും കെട്ടിച്ചു കൊടുക്കുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ ആ സംഘത്തിൽ ചെന്ന് നബിയോട് ആദ്യം തന്നെ ഇഷാറത്താക്കും, നബിയെ ഇവളെ കെട്ടിച്ചെന്നാളെ ഓൾക്കും തീർപ്പൊടിയാ, ഞങ്ങളെ കല്യാണം നടക്കും. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയ യുസിബുഹാ അവ ഇംറാത്തിൻ യൻകിഹുഹാ. ഹിജ്റ വന്നപ്പോൾ പെണ്ണിനെ ഉദ്ദേശിച്ചാൽ പെണ്ണിനെ കെട്ടാൻ. വഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. അല്ലാഹുവിലേക്കും റസൂലിലേക്കും വന്നവർ അല്ലാഹുവിലേക്കും റസൂലിലേക്കും തന്നെ വരണം. ആർക്ക് വരാൻ പാടില്ല? പെണ്ണുങ്ങൾക്ക് വരാൻ പാടില്ല. എന്നാ പെണ്ണിട്ട് തെറ്റാണോ? ഇല്ല. പക്ഷെ ഒന്നിൽ 2 കടത്തിക്കൂട്ടി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പെണ്ണിട്ട് തെറ്റാണോ? അല്ല. പക്ഷെ ത്വാഅത്താണ്. എന്ത്? ഹിജ്റ. ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ത്വാഅത്താണ് അക്കാലത്ത്. എന്ത്? ഹിജ്റ. ഹിജ്റ എന്ന് പറഞ്ഞ വലിയ സംഗതി ആയതുകൊണ്ടല്ലേ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ്. ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് ഒരു പരിപാടി ഉണ്ടായിരുന്നത്രേ. എന്ത് ചെയ്യാ, ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ ആ പരിസരത്ത് വേറെ ഒരാളെ കാണാനോ അല്ലെങ്കിൽ ഖബർ സിയാറത്ത് ചെയ്യാനോ വിളിച്ചാൽ പോകൂല. ഇപ്പൊ കല്യാണ സൽക്കാരത്തിന് വന്നതാണ്, ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകും. പിന്നെ അതിന് സൗകര്യപ്പെട്ട സമയത്ത് വന്ന് സിയാറത്ത് ചെയ്യും, അല്ലാതെ പറ്റൂല. അതായത് എന്ത്? നിയ്യത്ത് ശരിയല്ല. അവിടെ നമുക്ക് കല്യാണത്തിനും കൂടാ, നമുക്ക് മമ്പറത്തൊന്നും പോവുകയും ചെയ്യാം. അത് നടക്കൂല. മമ്പറത്ത് പോണെങ്കിൽ മമ്പറത്ത് നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ആദ്യം തന്നെ, അത് വേറെ നിയ്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാ ഇവിടുന്ന് പുറപ്പെട്ട തന്നെ കൂലിട്ടും. പുറപ്പെടേണ്ടതില്ല.
മനസ്സിലായേ? നിയ്യത്തുൽ അമലി ഖൈറു നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി. അമലിനേക്കാൾ വലുതാണ് എന്ത്? നിയ്യത്ത്. നിയ്യത്ത് ശരിയാത്തന്നെ അപ്പൊ കൂലി കുറച്ച്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതാണ് ഇപ്പൊ പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞതാണ് എന്ത്? റഹില് കാക്കുന്നവര് തൂക്കി ഉറക്കം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും പോലെ? തഹജ്ജുദ് പോലെ. കാരണം തഹജ്ജുദ് തൂങ്ങി ഉറങ്ങിയ തഹജ്ജുദ് ഉറക്കം വരില്ല. വലിയ ഉഷാറായി നിസ്കാരത്തിന്റെ കൂലിയും കിട്ടി. പറ്റൂല. കൊളസ്ട്രോൾ ഉണ്ടവര് സുന്നത്ത് നോമ്പ് എടുക്കും പോലെ. മനസ്സിലായില്ല? കൊളസ്ട്രോളാണ് കൂടിയപ്പോ മൂപ്പര് എന്താക്കി? സുന്നത്താണ് നേർച്ചയാക്കി. ഇന്നാ സുന്നത്ത് നോമ്പ് തന്നെയാണ് എന്ന് എന്തിട്ടൂല. കൊളസ്ട്രോൾ ലെവലായി കിട്ടും. എന്തുണ്ടാവില്ല? കൂലി ഉണ്ടാവില്ല. അത് ചിലപ്പോ എന്താവും ചെയ്യും? ആഴ്ചയിൽ 2, 3, 4 സുന്നത്ത് നോമ്പൊക്കെ നോക്കുന്നതിനനുസരിച്ച് എന്ത് കുറയും? പറയടാ, കൊളസ്ട്രോൾ പറ്റ കുറഞ്ഞ വളരെ നോർമലോ. പക്ഷെ എന്തുണ്ടാവൂല? അത് മറ്റേ ഉണ്ടാവില്ല. തന്നെ നോക്കിക്കാളാ. നീ വളരെ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണം. ഇഖ്ലാസ് എന്നാൽ അല്ലാ തുരീദ, നീ ആദരിക്കലാണ്. ബിത്വാഅത്തിൻ, അള്ളാഹുവിലേക്കുള്ള ഒരു ആരാധന കൊണ്ട് നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. എന്ത്? ഇല്ല തഖർറുബ മിൻ ഇലാഹിക, നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം നേടലല്ലാതെ ദിൽക്കല, സംരക്ഷിക്കാൻ കഴിയുന്ന, എന്തിൽ നിന്നും നിന്നെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും കഴിയുന്ന നിന്റെ റബ്ബിനോടുള്ള സാമീപ്യമല്ലാത്ത മറ്റൊരു ലക്ഷ്യം ഇതിൽ നിനക്കുണ്ടാകാൻ പാടില്ല. ഒന്നും പാടില്ല. ഒന്നിൽ ഒന്ന്. ഹജ്ജ് പോയപ്പോ ഹജ്ജ്, ഉംറക്ക് പോയപ്പോ ഉംറ. അങ്ങനെയാണ്, വേറെ ഒന്നുമില്ല. അവിടെ പോയി അവിടുത്തെ അവിടെയും പൊന്ന് തട്ടിച്ച് നോക്കുമ്പോൾ പിന്നെ എന്താണ്, ഇവിടെ പൊന്നിന് വില കൂടുതലും അവിടെ പൊന്ന് വില കുറവാണ്. അപ്പൊ എന്ത് ചെയ്ത് അവിടെ പോയി കുറച്ച് പൈസ കൂടുതൽ കരുതി ബാക്കിയുള്ളതിന് പൊന്ന് വാങ്ങി കൊണ്ടു ഇവിടെ വിറ്റ്. അപ്പൊ എന്തായി? ഹജ്ജ് ബറാബറായി. മനസ്സിലായില്ല? മനസ്സിലാണ്ടോ? നടക്കൂല. അതാണ് പറഞ്ഞത്. അങ്ങനെ ബുദ്ധിമുട്ടി ഹജ്ജിന് പോകണ്ട, സൗകര്യപ്പെട്ടവരോട് പോകാൻ മാത്രമേ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊന്നും ബുദ്ധിമുട്ടി പോകേണ്ട ആവശ്യമല്ല. പിന്നെ ദിൽക്കലാ, സംരക്ഷിക്കാൻ കഴിയുന്ന, നിന്നെ നോക്കി ഒരുപാട് അർത്ഥമുണ്ട്. എന്ന് നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ സൂക്ഷിക്കുന്ന, അതായത് എപ്പോഴും ഇങ്ങനെ നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നിന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവൻ കാട്ടണത് ശരിക്കും നോക്കണ പണിയാണ് ആർക്ക്? ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. അല്ലാഹു മിർസ്വാദിലാണ്. മിർസ്വാദ് എന്ന് പറഞ്ഞാല് ആനപ്പന്തി ഉണ്ടാക്കിയിട്ട് വാരിക്കുഴി ഉണ്ടാക്കിയിട്ട് മരത്തുമ്മ കയറി ഇരിക്കലിനാണ് മിർസ്വാദ് എന്ന് പറയാം. മനസ്സിലായില്ല? അതായത് നമ്മൾ പണ്ട് നിലമ്പൂർ കാട്ടുന്ന നിങ്ങളല്ല, ആനുള്ള നാട്ടുകാരാണ് ഞങ്ങൾ നിലമ്പൂർക്കാര്. നിങ്ങൾ ആന വന്ന് കാണുന്ന നാട്ടുകാരുമാണ്. ഞങ്ങളും നമ്മുടെ വ്യത്യാസം അതാണ്. അപ്പൊ എന്തുണ്ടാവും? നിലമ്പൂർ കാടുകളിലൊക്കെ പഴയ കാലത്ത് എന്ത് ചെയ്യും? ആന പിന്നെ നാട്ടാനകൾ കമ്മിയായാല് കാട്ടാനയെ പിടിക്കാൻ വേണ്ടിയിട്ട് വാരിക്കുഴി ഇടും. വാരിക്കുഴി ഇട്ടതിന് ശേഷം അതിന്റെ മേലെ പാക്കിട്ടിട്ട് എന്ത് ചെയ്യും? ഈ ചപ്പിലകളും പുല്ലും ഒക്കെ അതിന്റെ മേലെ എങ്ങനെ വെതറും. അപ്പോൾ ആന നടക്കാൻ കഴിയുന്ന വഴി, ആ വഴിയിൽ എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ മരത്തുമ്മ കയറിയിരിക്കും. ആന ചാടിയ അവര് വിസിലടിക്കും, കൂക്കും, ആളെ കൂട്ടും, അടുത്ത നാട്ടാനെ കൊണ്ടുവരും, കാട്ടാനെ കൊണ്ടുവന്ന് പന്തിയിലിട്ട് മരിക്കും. അങ്ങനെ ആനപ്പന്തി ഉണ്ട് അവിടെ കരുളായി. അതാണ് എന്ത്? ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. എന്താണ് കാണിക്കണത്? നോക്കിയിരിക്കണ പണിയാണ് ആർക്ക്? അല്ലാഹ്. എന്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് പൊരിഞ്ഞത്? ഇതൊക്കെ ആർക്ക് നോക്കുന്നുണ്ട്? ഒക്കെ നോക്കണ പണിയാണ് ആർക്ക്? അല്ലാഹ് എന്ന് ഓരോന്നും. അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് ഒരുത്തനെ എന്ത് ചെയ്ത്? എത്തിയും കുട്ടിയെ കല്യാണം കഴിച്ച്, ബാപ്പുള്ള കുട്ടിയെ കല്യാണം കഴിച്ച്, ബാപ്പല്ലാത്ത കുട്ടിയെ കല്യാണം കഴിച്ചാൽ ആ നാട്ടിൽ എന്ത് ചെയ്യും? കുട്ടിക്കൊരു 5 പവനും കൊടുക്കും, മഹറിന് 2 പവനും വെറുതെയും കൊടുക്കും. ആര്? മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്ത്? എത്തിയും കുട്ടിനെ കെട്ടി. എത്തിയും കുട്ടിനെ കെട്ടിയ കൂലി എന്തുണ്ടാവൂല? ഇവന് കിട്ടൂല. കാരണം ബാപ്പുള്ള കുട്ടിനെ കിട്ടാൻ മുമ്പാടോടെ ഉണ്ട്. പിന്നെ അവൻ കെട്ടാത്ത എന്താണെന്നറിയോ? ബാപ്പുള്ള കുട്ടിനെ കിട്ടിയ ചുരുങ്ങിയത് മഹറിന്റെ പൈസയെങ്കിലും
ഉണ്ടാക്കണം. മറ്റൊരു മഹറിന്റെ 2 പവൻ പൊന്നും കൂടി ആര് കൊടുക്കും? കമ്മിറ്റി കൊടുക്കും. അപ്പൊ കൂലി കിട്ടൂല. മനസ്സിലായ പറഞ്ഞത് തന്നെ. ഓരോന്നിനും വിധവയെ കല്യാണം കഴിക്കുന്ന ഒരു മനുഷ്യൻ ജീവനോടെ കുഴിച്ചിട്ട പെൺകുട്ടിയെ മരിക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് വലിച്ചിട്ടവനെ പോലെയാണ് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിധവ നല്ലോണം മുതലുള്ള പെണ്ണാന്ന് മനസ്സിലാക്കി. മനസ്സിലായില്ല. എമ്പാടും ഓം മരിച്ചതിന്റെ 4/4 ഓക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ പുറമെ മനസ്സിലായില്ലേ? അതിന്റെ പുറമെ എന്തുണ്ട്? ഓള വാപ്പാക്കും മുതലുണ്ട്. നല്ല പിടിപ്പത് പൈസ ഉള്ള വിധവയാണ്. ഇവൻ എന്തുണ്ടാവൂല? മനസ്സിലായില്ല. എന്തുണ്ടാവൂല? ഈ കുരുത്തൂല. അതാണ് പറഞ്ഞത്. അതിന് 1 2 ഉണ്ടാവൂല. അതാണ് പറഞ്ഞത്. പിന്നെ നോക്കിക്കാളെ. പിന്നെ 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 ഉംറക്ക് നിയ്യത്ത് ചെയ്തു പോയി. ഉംറ കഴിഞ്ഞു വരുമ്പോൾ സാധനങ്ങൾ വാങ്ങി വരുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. പക്ഷെ നിയ്യത്ത് ചെയ്തു പോയാൽ ശരിയാവില്ല. കുർബത്തിൽ കമ്മി വരും. മനസ്സിലായില്ലേ? പഴയ കാലത്ത് BP കൂടിയ ആളുകൾക്ക് ഒരു വള ഇടുമായിരുന്നു. പഴയ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടത്? BP കൂടുന്നവർക്ക് എന്ത് ചെയ്യുമ്പോ വളടും. പെണ്ണുങ്ങൾക്ക് BP കൂടുന്ന ഇപ്പൊ എന്ത് ചെയ്ത് ഭർത്താവ് ഹജ്ജിന് പോകാൻ തീരുമാനിച്ചതാ. അപ്പൊ ഭർത്താവ് എന്ത് പറഞ്ഞ്? ഇജ്ജ് ബേജാറാണ്ട, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ ആ വള പ്രഷറിനെ കമ്മിയാക്കണ വള ഞാൻ കൊണ്ടുവരാം, ഇജ്ജ് ബേജാറാണ്ട എന്ന് പോലും പറയാൻ പാടില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്ത് നിയത്ത് കിട്ടി പറ്റൂല. മറ്റോള് പറഞ്ഞ് എന്ത്? നിങ്ങളെ തല ഹജ്ജിന് പോകണ്ടല്ലോ, നിങ്ങള് വള വാങ്ങിക്കലേ. അതൊന്നും പറയാൻ പറ്റൂല. അതൊക്കെ എന്റെ കയ്യിൽ കെട്ടാൻ വരും, ഇല്ലെങ്കിൽ വരൂല. അതൊന്നും ഇനി കണക്കാക്കണ്ട. എന്റെ അമ്മ പിന്നെ അളാപ്പയും മൂത്താപ്പയും ഒക്കെ അവിടെ തന്നെ അല്ലേ, ആൾ വിളിച്ചു പറഞ്ഞാളാ. അതൊന്നും ഇന്നെ കണക്കാക്കിയേക്കണ്ട. ഞാൻ എനിക്ക് വളം കൊണ്ടുവരാൻ പോവല്ല. ഞാൻ എന്റെ റബ്ബ് വിളിച്ചത് പോവുക. വരും, തിരിച്ചു വരും തന്നെ ഉറപ്പില്ല. പഴയ കാലത്ത് ഹജ്ജിന് പോകുന്നതിന്റെ തലേ ദിവസം കൊടുക്കണ ഭക്ഷണത്തിന് അടിയന്തര ചോറ് എന്നാ പറയാ. അടിയന്തരം എന്നാണ് മരിച്ചിട്ട് കൊടുക്കണതാ. ഇത് മരിക്കണതിന് മുമ്പ് തന്നെ കൊടുക്കും. അതായത് അതിന്റെ അർത്ഥം എന്താ? മിക്കവാറും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധ്യതയല്ല. പിന്നെന്ത് പ്രഷർ വളം ഉണ്ടെന്ന് അതന്നെ. അപ്പൊ ഒരു താഴത്ത് കൊണ്ട് വേറൊരു കാര്യത്തെ ഉദ്ദേശിച്ചാൽ ആ താഴത്തിന്റെ കൂലി ഉണ്ടാവില്ല. പോയിക്കളി. അഖ്ലിസ്, നീ ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കണം. വദാ ഇഖ്ലാസ് എന്നാൽ അല്ലാ തുരീദ ബി ത്വാഅത്തിൻ, ഒരു ആരാധന കൊണ്ടും നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. ഒരു ആരാധന കൊണ്ടും, ഒരു സദഖ കൊണ്ടോ ഒരു പരസഹായം കൊണ്ടോ ഒന്നുകൊണ്ടും നീ ഉദ്ദേശിക്കാതിരിക്കണം. എന്ത്? ഇല്ല തഖർറുബ മിൻ ഇലാഹിക, നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം നേടലല്ലാതെ വേറൊരു ഉദ്ദേശം നിനക്ക് ഇല്ല. ദിൽക്കല, നിന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്ന റബ്ബിനേക്കുള്ള സാമീപ്യം അല്ലാതെ വേറെ ഒന്നും ഒരു താഴത്തോണ്ട് ഉദ്ദേശിക്കാൻ പാടില്ല. പിന്നെ പിന്നെ എന്ത് ചെയ്യാന്നറിയോ കുട്ടികളെ? അങ്ങോട്ട് നോക്കിയ തഹ്രീറിന് വേണ്ടി, പ്രേരണക്ക് വേണ്ടിയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാം. ഫർളാണെങ്കിൽ അത് നല്ലതുമായിരിക്കും. ഇത് സുന്നത്തായ താഴത്തിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഉദാഹരണം പറയാ നമ്മളെ പീടികയിലെ സക്കാത്തിന്റെ കണക്ക് കൂട്ടുന്ന ദിവസം, എന്ത് ചെയ്ത്? അടുത്ത പീഡിയക്കാരനോട് പോയിട്ട് എന്റെ കാൽക്കുലേറ്റർ ഒന്നും ഉണ്ടാന്ന് പറഞ്ഞു. എന്റെ ഞങ്ങളെ കാൽക്കുലേറ്റർ നാശായി. പക്ഷേ കാൽക്കുലേറ്റർ നാശായിട്ടൊന്നുമല്ല, ഞങ്ങൾ 3 ആളുകൾ സ്റ്റോക്ക് എടുക്കാണ്, കൊല്ലം കഴിഞ്ഞാലേ സക്കാത്ത് കൊടുക്കണ്ടേ എന്ന് പറയാം. മനസ്സിലായില്ല? ഇതിന് വലിയൊരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? മറ്റോനൊരു മാപ്പിളയാണ്, ഓൻ മുസ്ലിമാണ്, ഓൻ ഇതിന്റെ പേര് നരകത്ത് കിടക്കാൻ പാടില്ല, ഇവൻ സക്കാത്ത് കൊടുക്കാത്തവനാണ്. അപ്പൊ ഇവനെ ഒരു ഉൾപ്രേരണ ഉണ്ട് ഇതിൽ. മനസ്സിലായ പറഞ്ഞത്? ഇതും താഴ തന്നെയാണ്. അതിലെന്തില്ല? രണ്ടാമത് ചെയ്തതും എന്താണ്? അതും താഴത്താണ്. അതും അള്ളാഹ്ക്കുള്ള ഒരു ആരാധനയാണ്. ഇവനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം? സക്കാത്ത് കൊടുപ്പിക്കണം. എന്നിട്ട് അവന്റെ കാൽക്കുലേറ്ററും വാങ്ങി. സത്യത്തിൽ ഓന്റെ കാൽക്കുലേറ്റർ വാങ്ങേണ്ട ആവശ്യപ്പെടില്ല. എന്നാ തന്നെ അവന്റെ കാൽക്കുലേറ്റർ വാങ്ങാം. എന്തിന്? എന്നിട്ട് ആൾക്ക് ഇത്ര സക്കാത്തുണ്ടായിരുന്നു, കണക്ക് ഇത്ര കൂട്ടി, ഇത്ര ഉണ്ട്. ഇനി ഒരു അത്യാവശ്യക്കാരെങ്കിലും കൊടുക്കണ്ടേ, നമ്മളെ പരിസരത്ത് ആരെങ്കിലും ഇജന്നെ പറഞ്ഞാട്ടാ കുറച്ച് വിളിച്ചാൽ ഞാൻ പിന്നെ കൊടുക്ക എന്നൊക്കെ ഇബനാൽ പറയാ. അപ്പൊ ഇബൻ എന്തുണ്ടാവും? ഇതിനേക്കാളും വലിയ കച്ചവടവാനുണ്ട്.
മനസ്സിലായില്ല. ഇതിനേക്കാളും വലിയ കച്ചവടം മറ്റോൺ നടക്കുന്നുണ്ട്. സക്കാത്ത് എന്നൊരു കാര്യക്കാലം വരെ ഓൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഓൻ അതിലേക്ക് പ്രേരിപ്പിക്കാം. തഹ്ദീറിന് പറ്റും. കാരണം തഹ്ദീർ ത്വാഅത്താണ്. പ്രഷർ വള കൊണ്ടുവരും പോലെ അല്ലാത്, റഹല് നോക്കും പോലെ അല്ലാത്. അതെന്താണ്? അതൊരു ത്വാഅത്ത് തന്നെയാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ എന്ന്. പിന്നെ ലാ തഖ്സുദൻ മഅഹു, ഒരു ആരാധനയോട് കൂടെയും ഒരിക്കലും നീ ഉദ്ദേശിക്കരുത്. ഇലാ വറദിദ്ദുന, നിസാരപ്പെട്ട ആവശ്യങ്ങളിലേക്ക് ഉദ്ദേശിക്കരുത്. കസനാഇഹിം, ജനങ്ങളെ പ്രശംസ പോലെ, ഔ നഹ്വിദാലിക, അത് പോലത്തതുപോലെയും. മനസ്സിലായില്ല. ഒരു ആരാധന കൊണ്ടും ഒരിക്കലും നീ ഉദ്ദേശിക്കാൻ ലാ തഖ്സുദൻ. നോക്ക് ലാ തഖ്സുദൻ, ലാ തഖ്സുദൻ, നീ ഒരിക്കലും ഉദ്ദേശിക്കരുത്. മഅഹു, റബ്ബിന്റെ തഖർറുബോട് കൂടി, അള്ളാഹുവിന്റെ സാമീപ്യം നേടുക എന്ന ഉദ്ദേശത്തോടു കൂടെ നീ ഉദ്ദേശിക്കരുത്. എന്തിലേക്ക് പോകരുത്? ഇലാ വറദിദ്ദുന, നിസ്സാരമായ ആവശ്യങ്ങളിലേക്ക് പോകരുത്. കസനാഇഹിം, ജനങ്ങൾ നിന്നെ പ്രശംസിക്കും പോലെ. സുന്നത്തായ അമലുകൾ ഇങ്ങനെ പെരുപ്പിക്ക. എന്തിന്? ജനങ്ങൾ പ്രശംസിക്കാൻ വേണ്ടി. അത് ചെയ്യാൻ പാടില്ല. ഔ നഹ്വിദാലിക, അതുപോലത്തെ സംഗതിയും ഒന്നും. എന്നാ ജനങ്ങൾ നിന്നെ ഒരു നല്ല കാര്യം ചെയ്തോണ്ട് ജനം പ്രശംസിക്കൂലേ? മനസ്സിലായില്ല. ജനം പ്രശംസിക്കൂലേ? ജനം പ്രശംസിക്കാം. പക്ഷെ ഇവന്റെ ലക്ഷ്യം എന്തല്ല? പ്രശംസിക്കലല്ല. അവന്റെ ലക്ഷ്യത്തിന് ഉണ്ടാകാനേ പാടില്ല. ഇവൻ ആഗ്രഹിക്കാതെ ജനം പ്രശംസിച്ചാൽ ഒരു തെറ്റുമില്ല. ഇവൻ ആഗ്രഹിച്ചു, ജനം പ്രശംസിച്ചതുമില്ല, എന്നാലും തെറ്റാണ്. മനസ്സിലായില്ല. ഒരു അമല് ചെയ്തപ്പോൾ ജനം പ്രശംസിക്കട്ടെ എന്ന് ഇവൻ ആഗ്രഹിച്ചു. പക്ഷെ ജനം അങ്ങോട്ട് പ്രശംസിച്ചതുമില്ല, എന്നാലും അവൻ കുറ്റക്കാരനാണ്. കാരണം എന്തുകൊണ്ട്? ഇവനെ നിയ്യത്തിൽ കയറി പറഞ്ഞ് എന്താണ് പറയുന്നത്? മനസ്സിലായില്ലേ? അതാണ് നിന്റെ ഉദ്ദേശത്തിൽ വരാൻ പാടില്ല. ജനം പ്രശംസിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. ജനം പ്രശംസിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. പിന്നെ ഒന്നുകൂടെ അതിലേക്ക് ലാ തഖ്സുദൻ, നീ ഒരിക്കലും ഉദ്ദേശിക്കരുത്. ലാ തഖ്സുദൻ, നീ ഒരിക്കലും ഉദ്ദേശിക്കരുത്. ലാ തഖ്സുദൻ തഖ്സീദിന്റെതാണ്. നീ ഒരിക്കലും ഉദ്ദേശിക്കരുത്. മഅഹു, അള്ളാഹുവിന്റെ സാമീപ്യം ഉദ്ദേശിക്കുന്നതോടുകൂടെ നീ ഉദ്ദേശിക്കരുത്. എന്തിലേക്ക്? ഇലാ വറദിദ്ദുന, നിസാരമായ ആവശ്യങ്ങളിലേക്ക് ഒരിക്കലും നീ ഉദ്ദേശിക്കരുത്. കസനാഇഹിം, ജനങ്ങളുടെ പ്രശംസ പോലെ, ഔ നഹ്വിദാലിക, അതുപോലത്തെ മറ്റു കാര്യങ്ങളും. തവസ്സുലൻ, അതിലേക്കൊരു മാധ്യമമായിട്ട്. മനസ്സിലായില്ല. നീ ഇങ്ങനെ ചെയ്താൽ ജനങ്ങളുടെ ഒരു പ്രശംസ ഇതുവഴി നിനക്ക് ഉണ്ടാവും. ഉദ്ദേശിക്കാൻ പാടില്ല. ഉദാഹരണം പറയാ. ഒരാൾ ഗൾഫിൽ നിന്ന് വന്ന്, ഒരു ഉദാഹരണം പറയാം. ഉദാഹരണങ്ങൾ ഉണ്ടാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഗൾഫിൽ നിന്ന് വന്ന് അത്യാവശ്യം പേഴ്സണാലിറ്റി ഉള്ള ആള്, ജനങ്ങളെ മുന്നിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിയുന്ന ആള്, ഇങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന് ഇനി അത്യാവശ്യം കച്ചവടം കാര്യം, ഇനിയിപ്പോ നല്ലത് പൊതുപ്രവർത്തന. മനസ്സിലായില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യാന്നറിയോ? ആ നാട്ടിൽ മരിച്ച പരിയിലൊക്കെ ആദ്യം പോവുക. തിരിഞ്ഞിട്ടില്ല. മരിച്ച മയ്യത്തിനെ സഹകരിച്ചാല്, മയ്യത്തിനെ മറവ് നിസ്കാരം വരെ സഹകരിച്ചാൽ ഒരു ഖിറാത്ത്, മറവ് ചെയ്യുന്നവരെ സഹകരിച്ചാല് 2 ഖിറാത്ത്. ഇവൻ മറവ് ചെയ്താലും പോരൂല. എത്ര മുല്ലാക്ക കൊടുക്കേണ്ടത്, എത്ര മറ്റവർക്ക്, ഇതൊക്കെ കഴിഞ്ഞ് ഒരു വെച്ചിട്ടേ ഇപ്പം പോരുള്ളൂ. എന്തുകൊണ്ട്? ഇവൻ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്, തിരിഞ്ഞില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പിന്നെ ഏതെങ്കിലും വില്ലേജോ മറ്റോ പോയി വരാനുണ്ടെങ്കിൽ വരിക, ആയിക്കോട്ടെ, നമുക്ക് പോകാലോ. എന്നോട് പറയാത്തത് വില്ലേജിൽ പോയി, പിറ്റേന്ന് പോലീസ് സ്റ്റേഷന്, പിന്നെ 2-4 ആഴ്ച, 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ പരോപകാരി എന്ന സ്റ്റാൻഡിലേക്ക് ആര് വരും? ഇവനുണ്ട് വരിക. മരിച്ചോടുത്തവനുണ്ട്, ജനിച്ചോടുത്തവനുണ്ട്, കല്യാണത്തിനുണ്ട്, മദ്യം പറയാനുണ്ട്, മദ്യം ഉണ്ടാക്കാനുണ്ട്, എല്ലാത്തിനും ഇവനുണ്ട്. എന്തുകൊണ്ട്? അപ്പൊ ഷാവുൽ നോക്കുന്നു, ഷാവുൽ എന്താ ഫറോക്കിലെ മെമ്പറാകാൻ കരുതിയ മാതിരി ഉണ്ടല്ലോ. മനസ്സിലായില്ലേ പറഞ്ഞത്? അത് തന്നെ. അത്തരം കാര്യങ്ങൾ അത് ഇതാണ് രണ്ടാമത്തെ ഉദ്ദേശം. എന്നാ ഇവനാൽ കിട്ടൂല, ഇവന് മയ്യത്തിന് ഒരു കൂലിയും കിട്ടൂല. മയ്യത്തിന് മറവ് ചെയ്യുന്നവരെ സഹകരിച്ച 2 ഖിറാത്ത് കൂലിയ. ഒരു ഖിറാത്ത് എത്രയും നബിയെന്ന് വെച്ച്. അപ്പൊ റസൂൽ പറഞ്ഞു മിസ്ല ജബലി ഉഹുദിൻ, ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് മല്ലത്രേ. അപ്പോൾ ഒരു മയ്യത്ത് മറവ് ചെയ്യുന്നവരെ സഹകരിച്ചാൽ അള്ളാന്റെ പ്രതിഫലം എത്ര? 2 ഉഹദ് മലന്റെ അത്രേ തുലാസിനാണ് കയറുന്നത്. അതാണ് മരണം. പക്ഷേ ഇത് നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ട്? ഇലാ വറദിദ്ദുന, നിസ്സാരപ്പെട്ട ആവശ്യം എന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. എന്ത്?
കോർപ്പറേഷനിൽ കൗൺസിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം മനസ്സിലായില്ല? അവിടെ എവിടെയുണ്ട്, കല്യാണത്തിനുണ്ട്, നിശ്ചയത്തിനുണ്ട്, എല്ലാത്തിനുണ്ട്. നിശ്ചയത്തിന് അവിടുന്ന് ഹാജരായും കൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് അവൻ അവിടുന്ന് മുങ്ങി. അപ്പൊ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കഴിഞ്ഞാൽ ആവശ്യമല്ല അവിടെ ഉണ്ടായിരുന്നു. അവൻ മറ്റും പറയും എവിടെ ഓൻ തന്നെ കേട്ടോ, അവൻ പഴയ മാതിരി ഒന്നല്ല, ഇപ്പൊ ഓൻ നാട്ടിൽ എല്ലാ കാര്യത്തിനും ഓനുണ്ട് എന്ന്. ഇനി വല്ലാതെ ഒന്നും നേരം വൈകൂല. എന്ത് മനസ്സിലായില്ല? ഓനല്ലാതെ ഒരാളില്ല, ഓനെ പറ്റുള്ളൂ എന്ന് ജനങ്ങളൊക്കെ എന്ത് കൊടുത്താലും ഓൻ വാങ്ങൂല. 10 പൈസ കൊടുത്താൽ അവൻ സ്വീകരിക്കൂല. അങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് തന്നെ കൊടുക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്യും. എന്തുകൊണ്ടെന്നറിയോ? അത് അങ്ങനെ തന്നെയാണ്. ചെവിട്ടിലേക്ക് വെള്ളം കയറിയാൽ വെള്ളം പിന്നെയും പാരണം, എന്നാലേ ഫുള്ള് വെള്ളം കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് കൊടുത്താലും ആദ്യം പോലെ എന്താവൂല, വാങ്ങൂല. എന്നാലേ വലിയ വാങ്ങാൻ പറ്റുള്ളൂ. അതൊക്കെ എന്റെ കണക്കാണ്. അങ്ങനെയാണ്. നമ്മൾ ഭൂരിപക്ഷ ജനങ്ങളും എന്നും വിഡ്ഢികളായിരിക്കും. ഭൂരിപക്ഷ ജനങ്ങളും എല്ലാ കാലത്തും വിഡ്ഢികളായിരിക്കും. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഹംക്കുകൾ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ ലോകം എന്നോ തവിട് പൊടിയായി പോയിരുന്നു. ഈ ലോകം നിലനിൽക്കുന്നത് ഹംക്കുകളെ കൊണ്ടാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ലോകം നിലനിർത്തുന്ന ഹംക്കുകളാണ്. അതായത് ഒരന്തമില്ലാത്ത മനുഷ്യന്മാർ. അവരുണ്ടായാൽ മാത്രമേ ലോകം നിലനിൽക്കുള്ളൂ. പിന്നെ എന്ത് ഒരിക്കലും നീ ഉദ്ദേശിക്കരുത് മഅഹു, അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തോടു കൂടെ നീ ഉദ്ദേശിക്കരുത്. എന്തിലേക്ക്? ഇലാ വർദിദ്ദുന, നിസ്സാരമായ ആവശ്യത്തിലേക്ക്. ദുനിയാവിൽ എന്ത് നേടിയാലും അതെന്താണ്? നിസ്സാര. പിന്നെ ജനങ്ങളെ പ്രശംസ നേടും പോലെ ഔനഹമിദാലിക്ക, അതുപോലത്തെ മറ്റു കാര്യങ്ങൾ മെമ്പറാകാൻ ഉദ്ദേശിച്ച് പണിയെടുക്കുക. അങ്ങനെ തവസ്സുലൻ, അതിലേക്ക് മാധ്യമമായിട്ട്. അതായത് ഒരു ആരാധന ചെയ്യുന്നത് എന്തിനു മാധ്യമമായിട്ടാണ്? ജനങ്ങളിൽ നിന്നൊരു കാര്യം കിട്ടണം, പ്രശംസയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും. പിന്നെ എപ്പോഴും നീ റിയാഇനെ പേടിക്കണം. മുഹ്ബിതൻ ലിഇബാദത്തിൻ, എല്ലാ ഇബാദത്തിനെയും റിയാ പൊളിച്ചു കളയും. വഹ്ദർ, നീ എപ്പോഴും ഭയപ്പെടണം റിയാഇനെ. ലിഇബാദത്തിൻ, ഒരു ഇബാദത്ത്, മുഹബ്ബത്തൻ ലിഇബാദത്തിൻ, ഏതൊരു ഇബാദത്തിനെയും പൊളിച്ചു കളയുന്ന സംഗതിയാണ് എന്ത്? റിയാ. അല്ലാഹു റിയാഇനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. റിയാ ഭയങ്കരമാണ്. റിയാ കൊണ്ട് ഒരു കൂലി ഉണ്ടാവില്ല. യുദ്ധക്കളത്തിൽ മരിച്ചുപോയ മനുഷ്യരെ മരിച്ചു എന്ന് പറയാനും പാടില്ല, വിചാരിക്കാനും പാടില്ല. യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചാൽ, മനസ്സിലായില്ലേ പറഞ്ഞത്? അത്രയും വലിയ കൂലിയാണ് യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചാൽ. എന്നാൽ ഉസ്മാൻ എന്ന ആൾ യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ച്, അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു ഇന്നഹു മിൻ അഹ്ലിന്നാർ, അവൻ നരകക്കാരനാണ്. എന്തുകൊണ്ട് കാത്തല മുറായിയൻ, അവൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തവനാണ്. എന്നാലോ ഉഹദ് യുദ്ധത്തിൽ ഏറ്റവും യുദ്ധം ചെയ്തതും അയാളാണ്. ആര്? ഈ ഉസ്മാൻ എന്ന ആളാണ് എന്ത് ചെയ്തത്? ഉഹദ് യുദ്ധത്തിൽ ഏറ്റവും യുദ്ധം ചെയ്തത് ഈ ഉസ്മാനാണ്. പക്ഷെ ഇന്നഹു മിൻ അഹ്ലിന്നാർ, അയാൾ ആരാണ്? നരകക്കാരനാണ്. എന്തുകൊണ്ട്? കാത്തല മുറായിയൻ, ജനങ്ങളെ കാണിക്കാനാണ് യുദ്ധം ചെയ്തത്. കാത്തല ഇന്നഹു ജരിയൂൻ, ജനങ്ങൾ ലിയുഖാല ഇന്നഹു ജരിയൂൻ, അയാൾ ധീരനാണെന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. ഒറ്റട്ട് നിൽക്കുന്നവരെയോ ഓടിപ്പോകുന്നവരെയോ പോലും ഇയാൾ വിട്ടില്ല, വെട്ടിച്ച തകർത്തി. എല്ലാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരിൽ നിന്നും അയാൾ രക്ഷപ്പെടുത്തി. സ്വഹാബികൾ ഓടി വന്ന് നബി പറഞ്ഞത് നുസിർനാ ബിറജുലി, ഒരാളെ കിട്ടിയപ്പോൾ നമുക്ക് അള്ളാഹിന്റെ സഹായം വന്നു എന്നാണ്. അള്ളാഹിന്റെ സഹായം നമുക്ക് വന്ന് ബിറജുലി, ഒരാളെ കൊണ്ട് നമുക്ക് അള്ളാഹിന്റെ സഹായം വല്ലാതെ വന്നു ചേർന്ന് എന്ന് സ്വഹാബികൾ മുസ്തഫ നബിയോട് പറഞ്ഞ്. അപ്പോൾ ഹബീബ റസൂലുള്ള പറഞ്ഞ് ശരിയാണ്, പക്ഷെ ഇന്നഹു മിൻ അഹ്ലിന്നാർ, അവനെ കൊണ്ട് നമുക്ക് സഹായം ഒക്കെ കിട്ടി. പക്ഷെ ഇന്നഹു മിൻ അഹ്ലിന്നാർ, അവൻ നരകക്കാരനാണ്. എന്തുകൊണ്ട്? അയാളെ അമലിൽ എന്തുണ്ട്? റിയാഉണ്ട്. അയാളെ അമലിൽ റിയാഉണ്ട്. എന്നാലോ ഹബീബായ റസൂലുള്ള പറഞ്ഞ് യുശാരികുന ഫിർഖത്തുൻ തുശാരികുന, ഒരു സംഘം ആളുകള് ലൈസു മഅന, നമ്മളെ കൂടെയില്ല. ഹുബിസു ബിൽ മറളി, അവര് കൂലിയിൽ നമ്മളെ കൂടെയുണ്ട്, അവർ യുദ്ധക്കളത്തിലില്ല, അവരിപ്പോഴും മദീനയിൽ തന്നെ. ഹുബിസു, അവർ ബന്ധിതരായിട്ടുണ്ട്. ബിൽ മറളി, രോഗം കാരണം ഈ യുദ്ധത്തിൽ വരാൻ അവർക്ക്
കഴിഞ്ഞിട്ടില്ല. അവർക്ക് നമ്മൾ അത്ര കൂലിയുണ്ട്. മനസ്സിലായില്ല? ഈ യുദ്ധത്തിൽ പങ്കെടുത്ത മൊത്തം കൂലി ആർക്കുണ്ട്? മദീനയിൽ രോഗം കാരണം വരാൻ കഴിയാത്തവർക്കുണ്ട്. എന്നാൽ ലൈസുമാന ഈ യുദ്ധത്തിൽ ഈ മുള്ളും കാടും വിട്ടുകിടക്കാനോ ഓടാനോ ചാടാനോ വാളിന്റെ മുന്നിൽ ചാടാനോ വരാരോട്ട് വന്നിട്ടില്ല. എന്നാലോ അജിരി കൂലിൽ അവരെല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. എന്തുകൊണ്ട്? ഷാറക്കന പിന്നീയ അവർ നമ്മളോട് കൂടെ എന്തിനാ പങ്കാളിയായത്? നിയത്തില്. രോഗം കാരണമാണ് വരാത്തത്. അപ്പോൾ അവര് എന്ത് മനസ്സിൽ കരുതുന്നുണ്ട്? പഠിച്ചോണേ, ദീനം മാറിയില്ലല്ലോ, മാറിയെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് യുദ്ധകളത്തിൽ പോയിരുന്നല്ലോ. അപ്പോൾ നിയത്തിൽ എന്താ ഉള്ളത്? മനസ്സിലായില്ല? അള്ളാന്റെ മാർഗത്തിൽ മരിക്കണം എന്നാണ് അവരുടെ മനസ്സിലുള്ളത്. എന്നാ അവര് മരിച്ചില്ല, കൂലിട്ടി യുദ്ധക്കളത്തിൽ വന്നു. അള്ളാഹ് എന്ന നിയത്തില്ല. അവർക്കാകട്ടെ അള്ളാന്റെ കൂലിയോട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ ഏത് കാര്യത്തിനും അടിസ്ഥാനം എവിടെയാണ്? മനസ്സിലാണ്, നിയത്തിലാണ്. റിയാവ് വരാൻ പാടില്ല. ഒരു ജനങ്ങളെ കാണിക്കാന്നുള്ള ചിന്ത വരാനേ പാടില്ല. വന്ന ഭയങ്കര അമല അപ്പ പാത്തിലാവും. അതാണ് പ്രശ്നം. നല്ല ഫോമിലാണോ? നല്ല ഫോമിലാണോ? അമല് മനുഷ്യൻ പടക്കണതല്ല. ആര് പടക്കണതാണ്? അള്ളാഹു പടക്കണം. മനുഷ്യനാകെ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കൊണ്ടുള്ളൂ. എന്ത്? നിയത്ത്. വല്ലാഹു ഖലഖകും വമാ തഅമലൂന. അല്ലാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വമാ ഖലഖ വമാ തഅമലൂന, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെ. അപ്പൊ കർമ്മങ്ങളെ പടക്കുന്നത് ആരെന്നെയാ? കർമ്മത്തിന് വേണ്ടതൊക്കെ ഒരുക്കി തന്ന് കർമ്മത്തെ സൃഷ്ടിച്ചിരുന്നത് ആരാണ്? അല്ലാഹു. അപ്പൊ നമ്മളെ പടച്ചതും അല്ലാഹ്, നമ്മുടെ കർമ്മത്തെ പടച്ചതും അല്ലാഹ്. അപ്പൊ പിന്നെ നമ്മളെ ഭാഗം എന്താ? നിയത്ത്. അതിൽ റിയാവ് വരാതെ, അതിൽ ഉജ്ബ് വരാതെ, അതിൽ ക്ലിയറായി വരണം. അത് മാത്രമേ പണിയുള്ളൂ. ഒറ്റ പണി നമുക്കുള്ളൂ. എന്ത്? നിയത്ത്. അത് ശരിയാവൂല. എങ്ങനെ? അത് കൽബിന്റെ കർമാണ്, ജവാഹിറിന്റെ കർമ്മല്ല. ചോദിച്ചോ? പറ്റൂല. അതില്ല മോനെ. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി. മക്ക ഫത്ഹിന് ശേഷം ഹിജ്റയില്ല. വലാകിൻ ജിഹാദുൻ വനിയ. ഉള്ള നാട്ടിൽ സമരം ചെയ്ത് നിയത്ത് നന്നാക്കുക, സമരവും ചെയ്യാം. അവിടെ തന്നെ വലാകിൻ ജിഹാദുൻ വനിയ. നിയത്ത് നന്നാക്കുക, ജിഹാദ് ചെയ്ത് നിൽക്കുക. പോകൂല ഞങ്ങൾ പാകിസ്ഥാനിലേക്ക്. നിങ്ങൾ ഇവിടെ മതി. ഇത് ഞങ്ങളെ നാടാണ്. ഇവിടെ നിങ്ങൾ ആട്ടിയാലും പോകില്ല. വലാകിൻ ജിഹാദുൻ വനിയ. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി. മക്ക ഫത്ഹ് കഴിച്ചാൽ പിന്നെ ഒഴിച്ചു പോക്കില്ല. ഹിജ്റ 8-ാം വർഷം ഒഴിച്ചു പോക്കി നിരോധിച്ചു. ഇല്ല. പിന്നെ മുസ്തദഅഫീങ്ങളാകണം. ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു ഘട്ടം വന്നു. അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവർ കാഫിറാവും. ഏതുപോലെ? ബർമ മുസ്ലിമീങ്ങളെ പറ്റി പറഞ്ഞത് എന്നതുപോലെ അവർക്ക് വാൾത്തലപ്പിലേക്ക് മുന്നിൽ ചാടാ. പെണ്ണുങ്ങൾ കുട്ടികളും ചിലപ്പോ ചാടൂല. ചാടിയിട്ടില്ലെങ്കിൽ മറ്റൊരു നിർബന്ധത്തിന് വഴങ്ങി വരെന്താവും? കാഫിറാവും. അപ്പൊ ഹിജ്റ ചെയ്യാം. അപ്പോൾ അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫിഹാ. ഒരു നാട്ടിൽ നിങ്ങൾ മർദ്ദിതരായി ഒരു നിലക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തെ കുഫറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരെ കാഫിർ അങ്ങനെ അവിടെ താമസിപ്പിക്കാൻ പാടില്ല. ഫതുഹാജിറു. അപ്പൊ നിങ്ങൾ എവിടെ എന്ത് ചെയ്യണം? ഹിജ്റ പോകണം. അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലൊന്നും ഹിജ്റ ഇല്ല. മൂടക്കന്നെ നമ്മളെ നാടല്ലേ. വലാകിൻ ജിഹാദുൻ വനിയ. മനസ്സിലായില്ലേ? പറഞ്ഞു ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം AK-47 ഉണ്ടാക്കിയിട്ട് കൊല്ലാന്നല്ല. എന്ത്? അതാത് ജനാധിപത്യ സാഹചര്യങ്ങളിൽ നിലയുറപ്പിച്ചുകൊണ്ട് അവിടുത്തെ മറ്റുള്ള സമുദായങ്ങളെയും കൂട്ടിപ്പിടിച്ച് ബുദ്ധിപരമായിട്ട്, മനസ്സിലായില്ല, എങ്ങനെയൊക്കെ സമൂഹം നിലനിൽക്കാൻ ആവശ്യമായ കാര്യമാണോ അതെല്ലാം ചെയ്യാം. ഭീകരവാദം തീവ്രവാദം നല്ല അവിടെ നിന്ന് ജിഹാദിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒഴിച്ചു പോക്കേതാരും ഇല്ല. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദുൻ വനിയ. പിന്നെ അവിടെയൊക്കെ എന്ത് നന്നാക്കണം? നിയത്ത് നന്നാക്കണം. പിന്നെ അപ്പൊ സനായി ഒരാളൊരു സനായില് ഒരാൾ സനായി ചെയ്തു. സനാവിന് ലക്ഷ്യമല്ലല്ലോ. പഠിച്ച് മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങി ഒരു കുട്ടി, ആ കുട്ടിക്ക് റാങ്ക് കിട്ടി. അപ്പോൾ നാട്ടുകാരെല്ലാം പ്രശംസിക്കുകയും ചെയ്തു. കുട്ടികളെ ലക്ഷ്യം, കുട്ടിന്റെ ലക്ഷ്യം നാട്ടുകാർ പ്രശംസിക്കലാണോ? അല്ല. ഒരാളൊരു കല്യാണം കഴിച്ചു. അപ്പോൾ കുടുംബക്കാരെല്ലാം കൊണ്ടുപോയിട്ട് നല്ല നാടൻ കോഴി പൊരിച്ചതും നല്ല എന്താ പറഞ്ഞത് ഇങ്ങനെയുള്ള മുട്ടമാലയും ഇതുപോലത്തെ പലജാതി അണ്ടിപ്പരിപ്പ് പൊരിച്ചതും ഇതെല്ലാം കുടുംബക്കാരൊക്കെ തന്നു.
മനസ്സിലായില്ലേ? തന്നോട്ടെ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ തിന്നോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ നാട്ടുകാർ മുട്ടമാല പൊരിച്ചു തരാൻ വേണ്ടിയാണോ അപ്പം പെണ്ണ് കെട്ടിയത്? മനസ്സിലായില്ല. പെണ്ണ് കെട്ടിയപ്പം മുട്ടമാല പൊരിച്ച് തിന്നൽ ഉദ്ദേശം ഉണ്ടോ? എന്താണ് കൂട്ടരെ, മുട്ടമാല പൊരിച്ചത് തിന്നാൻ വേണ്ടി ഒരുത്തം പെണ്ണ് കെട്ടിയാൽ അപ്പെണ്ണ് നിങ്ങളൊന്ന് തോന്നുന്നുണ്ടോ? അത് മുട്ടമാലന്റെ സമയം കഴിഞ്ഞാൽ അടുത്ത മുട്ടമാല നമുക്ക് നീങ്ങും, അത്രേ ഉള്ളൂ. അപ്പൊ അതാ പറഞ്ഞത്, ഒന്നിൽ ഒന്ന് തന്നെ. എന്നാൽ അതുവഴി ഉണ്ടാകുന്നത് റിയാവല്ല, അതുവഴി പലതോടെ കിട്ടാം. അതെന്തല്ല? റിയാല്ല, ഒരിക്കലും റിയാല്ല, ഒരിക്കലും റിയാല്ല. പിന്നെ 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 അതന്നെ വഹ്ദർ, നീ എപ്പോഴും ഭയപ്പെടണം. റിയാദ് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. റിയാദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ചെറിയതേ ഉള്ളൂ. റിയാദ് എന്ന് പറഞ്ഞ പ്രശ്നം തന്നെയാണ്. ഭയങ്കര ചെറുതേ ഉണ്ടാവുള്ളൂ, അത് പ്രശ്നമാണ്. അതിനെ കൽബിനെ അങ്ങോട്ട് ശുദ്ധീകരിക്കാതെ റിയാദിന് രക്ഷപ്പെടാൻ കഴിയില്ല. കൽബ് ശുദ്ധീകരിക്കണം. കൽബ് ശുദ്ധീകരിക്കണമെങ്കിൽ അതാണ് സ്വാദിഖീങ്ങളായ ആളുകളെ കൈ പിടിച്ച് അവരെ കൂട്ടത്തിൽ കൂടണം. അല്ലാതെ കൽബ് ശുദ്ധീകരിക്കാൻ കഴിയൂല. അതും വേണല്ലോ പറയാ, അതും വേണല്ലോ പറയാ. ചിലപ്പോൾ ത്വാഅത്ത് മനുഷ്യനെ കിബറുണ്ടാക്കും. ത്വാഅത്തോണ്ട് മനുഷ്യൻ എന്താവും? കിബറാവും, കിബറാവും, ഭയങ്കര കിബറാവും, വലിയ വിശാറാവും. അതുവഴി ശൈത്താൻ കയറും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. വഹ്ദർ, നീ എപ്പോഴും ഭയപ്പെടണം. എല്ലാ ഇബാദത്തിനെയും അതെന്ത് ചെയ്യും? വിളിച്ചറിയും. എന്ന് നീ നോക്കുക. എല്ലാം അറിയുന്ന അള്ളാഹു നിന്നെ നോക്കുന്നുണ്ട് എന്ന നോട്ടത്തിലേക്ക് നീ നോക്കുക. അതായത് നീ ആരിലേക്ക് മാത്രം നോക്കുക? ഒരു അമല് ചെയ്യുമ്പോ നീ അള്ളാന്റെ നോട്ടം എന്റെ മേലുണ്ടല്ലോ എന്ന് മാത്രം നോക്കുക. മറ്റൊരു കാര്യത്തിലേക്ക് നീ ചിന്തിക്കാനേ പാടില്ല. ഫതകുമുല, അങ്ങനെയാണെങ്കിൽ നീ പൂർണ്ണനായി തീരും. അങ്ങനെയാണെങ്കിൽ പൂർണ്ണനാവും, അല്ലെങ്കിൽ നിനക്ക് പൂർണ്ണനാകാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. ഒരു ശ്രേഷ്ഠതയെയും നീ വെളിവാക്കരുത്. മനസ്സിലായില്ലേ? ലാ തുഅതഖദ്, ജനങ്ങൾ നിന്നെ പറ്റി വലിയവൻ എന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടി. മനസ്സിലായില്ല? അതായത് അത് മനസ്സിലായില്ല പറഞ്ഞ മനസ്സിലായി. അതായത് ജനങ്ങൾ നിന്നെ പറ്റി വലിയവനാണെന്ന് വിചാരിക്കുന്ന ആ ലക്ഷ്യം വെച്ച് എന്ത് ചെയ്യരുത്? ഒരു ശ്രേഷ്ഠതയെ കാണിക്കരുത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒരു ശ്രേഷ്ഠതയെ നീ കാണിക്കുക, ഒരു തഹജ്ജുദ് നിസ്കാരത്തെ നീ കാണിക്കുക, ജനങ്ങളെ മുന്നിൽ കാണിച്ച് ചെയ്യുക. എന്തിന്? ഇവൻ ശ്രേഷ്ഠനാണെന്ന് ആര് വിചാരിക്കുക? ജനങ്ങൾ വിചാരിക്കും. ഉദാഹരണം പറയാ, പിന്നെ എന്ത് ചെയ്ത് പിന്നെ നാളെ 10 ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ, ഇന്ന ആയമൂട്ടിക്ക, ഇന്ന ആജേരി, 3 മണിയായാല് ഗേറ്റ് തുറന്ന് ഒന്ന് കാറിയൊക്കെ ഒന്ന് കുരച്ച് ഒന്ന് റോഡ് സൈഡിലേക്ക് തുപ്പി ഒക്കെ ഒന്ന് ഉഷാറായി ഒക്കെ ഒന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ലൈറ്റ് അടിച്ച് മൂപ്പര് താജുസ്കരിക്ക പള്ളിയേക്കാണ് പോവുക. തിരിഞ്ഞില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ നാട്ടിൽ ആ ഏരിയയിൽ മൊത്തം എന്ത് പരന്ന് ആചാരാക്കാൻ 3 മണിയായ പള്ളിക്ക് പോയി സുജൂദ് കിടക്കും. ഏതെങ്കിലും ദിവസം മൂപ്പരെ കണ്ടിട്ടില്ലെങ്കിൽ പെണ്ണുങ്ങൾ പറയാ, ഇന്ന് ആചാരാക്കാനെ കൊല കേട്ടിട്ടില്ലല്ലോ, ഇന്ന് എന്തേ പറ്റിയത്? അപ്പൊ അവിടെ നാട്ടിന്റെ ഒരു ആദത്തായി മാറിയ എന്ത്? ആചാരക്കാക്കാന്റെ പോരാ. മനസ്സിലായില്ല? കാരണം ആചാരക്കാക്ക എവിടേക്ക് പോകും? 3 മണിയായ പള്ളിക്ക് പോകും. അന്ന് നിനക്ക് കൊര ഉണ്ടെങ്കിൽ പോലും അവിടം വെച്ച് കൊരക്കരുത്. കാരണം മനസ്സിലായില്ല? കാരണം എണീറ്റാലടക്കൊന്ന് കൊരക്കണമെങ്കിലും എന്താകരുത്? കൊരക്കരുത്. കാരണം എന്തുകൊണ്ട്? നീ ചെയ്യുന്ന ഒരു ത്വാഅത്ത് മറ്റൊരാളും അറിയാൻ പാടില്ല. അവർ തന്നെ ശ്രേഷ്ഠനാക്കും. അപ്പൊ പറ്റൂല. അതിനു വേണ്ടി പണിയെടുക്കരുത്. പിന്നെ പിന്നെ വെളിവാക്കുകയും ചെയ്യരുത് റദായില, ചീത്തകളെ. ലിയുൻകിറൂക, പദ്യമായതുകൊണ്ട് തിരിച്ചിട്ടതാണ്. നീ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്യരുത് റദായില, ചീത്തകളെ. ലിയുൻകിറൂക, ജനങ്ങൾ നിന്നെ എതിർക്കാൻ വേണ്ടി. അങ്ങനെയുണ്ട്. ജനങ്ങളെ വെറുപ്പ് സമ്പാദിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാ? ചീത്തകൾ. എന്നിട്ട് ജനങ്ങളിൽ നിന്നൊക്കെ വളരെ അകന്ന് ജീവിച്ച് സൂഫിയാകുക. അങ്ങനെ ചെയ്യരുത്. അതും കീപ്പറാണ്. തിരിഞ്ഞിട്ടില്ല. ഭയങ്കര പണിയാ.
തിരിഞ്ഞിട്ടില്ല. അതായത് ഒരാൾ എന്ത് ചെയ്യാം, മോശം കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാം, മോശം കാര്യങ്ങൾ എമ്പാടും ചെയ്യാം. എന്തിന്? ജനങ്ങൾ ഇയാളെ എതിർക്കാൻ വേണ്ടി. അപ്പൊ എന്തായി, ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്നവര് ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. അതൊരു ശ്രേഷ്ഠതയാണ്, അതൊരു ശ്രേഷ്ഠതയാണല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതായത് എന്ത് ചെയ്യാ, മൂപ്പരപ്പം എന്തായി, മൂപ്പരപ്പം 2 നായ്ക്കളും 4 നായ്ക്കളും നായും പൂച്ചയും പട്ടിയും ഒക്കെ മുകളിലായ നജസിനെയും തൈയും കുടിച്ച് മൂപ്പര് ഇങ്ങനെ നടക്കാം. മൂപ്പര് അതിന് നജസായ നായിനെ പിടിക്കും, നായിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കും, നായിന്റെ ഒപ്പം പോകും. അങ്ങനെ ഇതൊന്നും ഇജ്ജ് ചെയ്യരുത്. മനസ്സിലായില്ലേ? ഇതെന്തിനാ ഇജ്ജ് ചെയ്യണമെന്നറിയോ? എല്ലാരും എന്നെ എന്ത് വെറുക്കാൻ വേണ്ടി. അപ്പൊ ഉള്ളിന്റെ ഉള്ളിലുള്ള ആളുകൾ എന്നെ പറ്റി എന്ത് മനസ്സിലാക്കും? ആള് ഭയങ്കര ഔലിയാണ്. മനസ്സിലായില്ല? നിങ്ങൾ കണ്ട മാതിരിയല്ല, മൂപ്പരാള് ഔലിയപ്പാപ്പയാണ് എന്ന് മനസ്സിലായില്ല. അത് എന്നാ ഇത് ചെയ്യണോരില്ലേ? ഉക്കലാവുൽ മജാനി ഉണ്ടാവും, ലൈന് തെറ്റൂല ചെയ്യും. അത് ലൈൻ തെറ്റാത്തോ ചെയ്യരുത്. തിരിഞ്ഞില്ലല്ലോ, തിരിഞ്ഞില്ല. ലൈന് തെറ്റിയ ആളുകൾ ചിലപ്പോ എന്ത് ചെയ്യും? വലിയ സൂഫികളുണ്ട്, ദർജ വിട്ടോര്, ദർജ വിട്ട മനുഷ്യന്മാരുണ്ട്, അവർക്ക് ആക്കലിന്റെ പരിധി വിട്ടവരുണ്ടാവും. അവർ ചിലപ്പോ എന്ത് ചെയ്യും? അതിന് നേസായ നായിനെ പിടിച്ചടക്കും. അപ്പോൾ ജനങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇയാൾ എന്താണ്? മനസ്സിലായില്ല, പരിധി വിട്ട ആളാണ്. മനസ്സിലായില്ല? ഇതേ പണി ആരും ചെയ്യരുത്. ആ ലൈനെ വിടാത്ത ആള് ചെയ്യാൻ പാടില്ല. എന്തിന്? അതും എന്തായി മാറും? ഒരു ശ്രേഷ്ഠത. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ജനങ്ങളെ മുന്നിൽ ജനങ്ങൾ വെറുക്കാൻ വേണ്ടി ചീത്ത കാണിക്കരുത്, ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നല്ലത് ചെയ്യരുത്. രണ്ടും ആർക്ക് വേണ്ടി ചെയ്യാം? മനസ്സിലായില്ല? ജനങ്ങൾ വെറുക്കാൻ വേണ്ടിയിട്ട് എന്ത് കാണിക്കണ്ട? ചീത്ത കാണിക്കണ്ട. ജനങ്ങൾ വെറുക്കാൻ വേണ്ടി ചീത്ത കാണിക്കരുത്, ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രേഷ്ഠതയും ചെയ്യരുത്. ജനങ്ങൾ നിനക്കൊരു വിഷയമല്ല, നിന്റെ വിഷയം ആരാണ്? അതാണ്. പിന്നെ ഇനി അടുത്ത വാക്ക് ഈമാനുമർഇൻ ലാ യകൂനു തകാമുല, അതല്ലേ? ഹത്താ യറാ നാസൻ ബിഇബ്ലിൻ മുസ്തിലാ. ഈമാനുമർഇൻ ഏതൊരു മനുഷ്യന്റെ ഈമാനും ലാ യകൂനു തകാമുല, അത് ഒരിക്കലും പൂർത്തിയാവുകയില്ല. ഹത്താ യറാ നാസൻ ബിഇബ്ലിൻ, മൃഗത്തോട് സമാനമായി മനുഷ്യരെ കണ്ടാലല്ലാതെ. മുസ്തില ഉപമപ്പെടുത്തിയിട്ട് മനുഷ്യരോടും ആരെ ഉപമപ്പെടുത്തുക? മൃഗങ്ങളോട് ആരെ ഉപമപ്പെടുത്തുക? മനുഷ്യരെ. അതായത് ഒരാള് നല്ലതോ ചീത്തയോ അവന്റെ വീട്ടിലെ പോത്തിന് വേണ്ടി ചെയ്യോ? മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒരാള് നല്ല ഉഷാറായി കുളിച്ച് വെളുപ്പിച്ച്, നല്ല ഉഷാറായി നല്ല അലക്കി തേച്ച് കുളിച്ച് പൗഡർ ഇട്ട് പിന്നെ കൺമഷിട്ട് മറ്റെന്താ പറയാ സ്പ്രേ അടിച്ച് ഇറങ്ങി വരുമോ? എന്തുകൊണ്ട്? പോത്ത് കാണുമ്പോ ഞാനൊന്ന് നല്ല ആളാന്ന് വിചാരിച്ചോട്ടെ. ഇയാളെ പെരന്റെ മുന്നിൽ ആലുണ്ട്, പോത്തുകളുണ്ട്. അപ്പൊ പോത്തുകൾ കാണാൻ വേണ്ടി എന്ത് വിചാരിക്കട്ടെ? പോത്ത് ഇതിനെ പറ്റി ഞാന് അങ്ങനെ ഇറങ്ങിപ്പോയാ പോത്ത് എന്ത് വിചാരിക്കും? അപ്പൊ എന്താവട്ടെ, പോത്തുകളെ മുന്നിൽ ഞാൻ മോശമാകാൻ പാടില്ലല്ലോ. എന്ത് ചെയ്യാ? പറയടാ, എന്ത് പറയടാ, എന്ത് വിചാരിക്ക? പൗഡർ അടിച്ച്, പൗഡർ ഇട്ട്, സ്പ്രേ അടിച്ച്, നല്ല കുപ്പായൊക്കെ അലക്കി ഇസ്തിരി ഒക്കെ ചുളിയാതെ ഇറങ്ങി. ആര് കാണാൻ വേണ്ടി? പോത്ത് എന്ത് വിചാരിക്കും എന്ന്. അങ്ങനെ ചെയ്യണ്ട. പിന്നെയോ തിരിച്ചും ചെയ്യണ്ട. കുപ്പായൊന്നും അലക്കി കുളിപ്പിച്ചില്ല, ഞാന് നല്ല അലക്കി കുളിച്ച് നല്ല വസ്ത്രത്തിൽ വന്നാല് ഞാനൊരു സൂഫിയൊന്നും അല്ല എന്ന് പോത്ത് വിചാരിച്ചാലോ എന്ന് വിചാരിച്ച് അലക്കി കുളിക്കാതൊക്കെ വേണ്ട. മനസ്സിലായില്ല? ഇവന് അലക്കി കുളിച്ചാക്കാതെന്നാല് ഇവന് ഭംഗില്ലല്ലോ എന്ന് പോത്ത് വിചാരിക്കോന്ന് വിചാരിച്ച് അലക്കും വേണ്ട. ഞാൻ അലക്കി കുളിച്ചും തേച്ചും ഇസ്തിരിട്ടും നടന്നാൽ ഞാനൊരു ദുന്യാവിന്റെ ആളാണെന്ന് പോത്ത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ച് സൂഫിയായി നടക്കും വേണ്ട. അതേപോലെയാണ് ആര്? മൊത്തം ജനങ്ങളെ കണക്കാക്കാൻ വേണ്ട. ആർക്ക് വേണ്ടി പണിയെടുക്കുമ്പോ അവരെ ജനങ്ങളെ പരിഗണിക്കണില്ല. ജനങ്ങളെ പരിഗണിക്കൽ മുഅമലാത്തിലാണ്, ഇബാദത്തിലല്ല. മുഅമലാത്ത് ഇടപാട് ബന്ധങ്ങൾ, അവരോടുള്ള സാമീപ്യം, മനുഷ്യരോടുള്ള സാമീപ്യത്തിൽ മാത്രമേ എന്തുള്ളൂ മനുഷ്യർ. മറ്റത് എന്താണ്? ത്വാഅത്തിൽ ആരെ പരിഗണിക്കണ്ട? ജനങ്ങളെ പരിഗണിക്കണ്ട. ഈമാനും മർഇൻ, ഒരു മനുഷ്യന്റെ ഈമാൻ ലാ യകൂനു തകാമുലൻ, അതൊരിക്കലും പൂർത്തിയാവുകയില്ല. ഹത്താ യറ, അവൻ കാണുന്നത് വരെ, നാസൻ മനുഷ്യരെ, ബിഇബ്ലിൻ
ഒട്ടകത്തോട് മുസില ഉപമപ്പെട്ട രൂപത്തിൽ കാണുന്നത് വരെ ഓന്റെ ഈമാൻ പൂർത്തിയാവില്ല. അതായത് ഒട്ടകം ഒരു ഉദാഹരണം, ഒട്ടകമാണ് അവിടെ കൂടുതലുള്ളത്, ഇവിടെ പുറത്താണ് ഒക്കെ കണക്കാണ്. പിന്നെ അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ വിമർശനവും മദ്ഹൂഹും അവരുടെ പ്രശംസയും സമ്മതിക്കും. ഒരു പ്രശംസിച്ചാലും കണക്കാണ്, വിമർശിച്ചാലും കണക്കാണ്. പ്രശംസിച്ചു വിമർശിച്ചു മനസ്സിലായില്ല. ജനങ്ങളെ പ്രശംസയും ജനങ്ങളുടെ വിമർശനവും മുഅ്മിനായ മനുഷ്യൻ കണക്കാം. ലം യഖ്ശ അവൻ ഭയപ്പെടുന്നതേ ഇല്ല. ലൗമത്ത ലായിമിൻ ആക്ഷേപകന്റെ ഒരു ആക്ഷേപവും ഫീ ദിൽഉല മേലെയായ റബ്ബിന്റെ കാര്യത്തിൽ. അവൻ ആക്ഷേപം അവൻ വില വെക്കനല്ല. അവൻ ആരെ കാര്യമുള്ളൂ? അള്ളാന്റെ കാര്യം. ജനങ്ങൾ പ്രശംസിച്ചാലും അൽഹംദുലില്ലാ, ജനങ്ങൾ വിമർശിച്ചാലും അൽഹംദുലില്ലാ. രണ്ടും ഒരു പ്രശ്നമില്ല, ഒന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെയല്ലേ ഈമാനും അങ്ങനല്ലേ എന്ന് പിന്നെ ഈമാൻ പറയുന്ന ഒരു മനുഷ്യന്റെ ഈമാന്റെ ആയക്കുമ്പോൾ തക്കാമൂല ഒരിക്കലും പൂർത്തിയാവുകയില്ല. നാസൻ ജനങ്ങളെ അവൻ കാണുന്നത് വരെ ബിബിലിൽ ഒട്ടകത്തോട് മുസില ഉപമപ്പെടുത്തപ്പെട്ട നിലയിൽ കാണുന്നത് വരെ അവന്റെ ഈമാൻ ഒരിക്കലും പൂർത്തിയാവില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നിന്ദിക്കലല്ല, അതിന്റെ ബാക്കിയാണ് ഈ പറഞ്ഞത്. എന്ത് ജനങ്ങൾ പ്രശംസിച്ചാലും വിമർശിച്ചാലും നിനക്ക് ഒരുപോലെയാണ്. എന്ത് പ്രശ്നം? വിമർശിച്ച് പ്രശ്നമല്ല, പ്രശംസിച്ച് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ലം യഖ്ശ അവൻ ഭയപ്പെട്ടിട്ടേ ഇല്ല. ലൗമത്ത ലായിമിൻ ആക്ഷേപകന്റെ ആക്ഷേപം ഫീദിൽ ഉല മേലെയായ റബ്ബിന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപം അവൻ വില വെക്കണേല്ല. അവന്റെ കാര്യം അവൻ ആരെ കാര്യത്തിലാണ്? അള്ളാന്റെ കാര്യത്തിൽ. അത് ഒന്നൊരു വിഷയമല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരാളെ സൈന്യാധിപനാക്കിയ കഥ മുമ്പൊരിക്കൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സൈന്യാധിപനാക്കി ഇല്ലേ? പിറ്റേ അന്നെ വൈകുന്നേരം പോയിട്ട് സൈന്യാധിപനെ സാധാരണ പട്ടാളക്കാരനും ആക്കി. അങ്ങനെ ആയപ്പോ പിറ്റേന്ന് യുദ്ധത്തിന് പോകാൻ ഒരുങ്ങിയപ്പോ ആളുകളിൽ മുനാഫിക്കീങ്ങൾ വന്നിട്ട് എന്തായി പ്രശ്നം ഉണ്ടാക്കി. എന്താണ്? മാലി അബീബക്കർ യഖൂലു യൗമൻ ഇന്നക ഖായിദുൽ ജയ്ഷ് വയകൂനു വദിൻ വയകൂനു വയഫയഖൂലു വദൻ ഇന്നക ജുൻദിയുൻ ആദി. മാലി അബീബക്കർ എന്താണ് ഈ അബൂബക്കറിന്? അബൂബക്കർ പറയും ഒരു ദിവസം പറയും അബൂബക്കർ എന്ത് പറയും? ഇയാളാണ് ഇവിടുത്തെ സൈന്യാധിപൻ പറയും. പിറ്റേന്നാണ് അബൂബക്കർ പറയും ഇത് സൈന്യാധിപൻ അല്ല, ഇത് സാധാരണ പട്ടാളക്കാരനാണ്. എന്താണ് ഈ അബൂബക്കറിന് എന്നൊരിക്കൽ ഒരു മുനാഫിക്ക് പ്രശ്നം ഉണ്ടാക്കി. ഒരു തലേ ദിവസം ഒരാളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കിയതാണ്? സൈന്യാധിപൻ. പിറ്റേന്ന് അയാളെ പിടിച്ചത് എന്താക്കി? സാധാരണ പട്ടാളക്കാരനുമാക്കി. അപ്പൊ അതിന്റെ ഇടയിൽ മുനാഫിക്ക് ശ്രമിച്ചു. അപ്പം പിന്നെ അയാൾ അങ്ങനെ തന്നെ പട്ടാള ചിട്ടയിൽ നിർത്തുന്നതിനിടയിൽ പട്ടാളത്തിന്റെ ആ വരി കൊണ്ട് തന്നെ അയാൾ പറഞ്ഞു എന്നെ മാസറനെ എന്നെ ഞാന് പിന്നെ എന്നെ അന്തമനീഷയുൻ ഞാൻ എന്നെ അന്യ ജുന്ദിയുൻ ആദിയുൻ കമാമാസറനി അന്നക ഖായിദുൽ ജയ്ഷി. ഇന്ന് ഞാൻ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ് സാധാരണ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞത് ഇന്നലെ ഞാൻ സൈന്യാധിപനാണെന്ന് പറഞ്ഞത് എന്നെ സന്തോഷിപ്പിക്കാത്തത് പോലെ ഇന്ന് സാധാരണ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞത് എന്നെ ദുഃഖിപ്പിച്ചിട്ടും ഇല്ല. എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് സിദ്ദീഖ് ഖലീഫയാണ്, എന്തുകൊണ്ടാലും ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? ഇന്നലെ സിദ്ദീഖ് എന്ത് പറഞ്ഞ്? നിങ്ങളാണ് സൈന്യാധിപനാണ്. ഇന്ന് എന്ത് പറഞ്ഞ്? നിങ്ങൾ സാധാരണ പട്ടാളക്കാരാണ്. ഇന്നലെ നീ സൈന്യാധിപനാണെന്നാണ്. അപ്പൊ എനിക്കതിൽ എന്തുണ്ടായിട്ടില്ല? ഇല്ല. ഞാൻ ഓരോ കവലയിലും എന്റെ ഫോട്ടം വെച്ചിട്ട് അഭിവാദ്യങ്ങൾ, മെമ്പർ തന്നെയാണ് അഭിവാദ്യങ്ങൾ കൊടുക്കണത്. ഇപ്പൊ പുറത്തു പറയണ്ട. എന്തേ അങ്ങനെയല്ലേ? ഇവരൊക്കെ ജീവിക്കുന്ന കാലത്ത് മരിച്ചു പോകലടാ നല്ലത്. ഇന്നത്തെ ഈ മെമ്പർമാരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിച്ചു പോകലാണ് നല്ലത്. അതാണ് നല്ലത്. എന്തുകൊണ്ട് റിയാ അല്ലാത്തൊരു ലക്ഷ്യം ഒരിക്കില്ല. പിന്നെ എങ്ങനെയാ അള്ളാന്റെ വീഴ്ത്തുണ്ടാവുക? ഈ PK മാനു സാഹിബിനോട് ഒരു 10 എങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രികയും എടുത്തുകൊണ്ട് പിന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ സാഹിബ് തങ്ങള് ചന്ദ്രികന്റെ ഓഫീസിലേക്ക് വന്നിട്ട് PK മാനു സാഹിബ് അടക്കമുള്ളവരെ മുന്നിലേക്ക് ചന്ദ്രിക പിടിച്ചെറിഞ്ഞ് പറഞ്ഞ് എന്തിനാ അബ്ദുറഹ്മാന്റെ പേര് മാത്രം കൊടുത്ത്? അബ്ദുറഹ്മാൻ മാത്രമല്ലല്ലോ, വേറെയും കുറെ ആളുണ്ടായിരുന്നല്ലോ സ്റ്റേജ്. എന്തേ ഓരോ പേര് കൊടുക്കാൻ കഴിയാതെ എന്തിനാ അബ്ദുറഹ്മാന്റെ പേര് കൊടുത്തുകൊണ്ട്?
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്തിന് എന്തിന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പക്ക് തങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പക്ക് തങ്ങളുടെ പേര് അബ്ദുറഹ്മാന്റെ പേരച്ചടിച്ച് വിടാനല്ല ചന്ദ്രിക ഇറക്കണത് എന്ന് മനസ്സിലാക്കിക്കോ. അത് മുസ്ലിമീങ്ങളെ ഉപകാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ പത്രം, അല്ലാതെ അബ്ദുറഹ്മാന്റെ പേരച്ചടിച്ച് വിടലല്ല ഇതിന്റെ ലക്ഷ്യം. ഞാൻ മാത്രമൊന്നല്ലായിരുന്നു ആ സ്റ്റേജിൽ വേറെയും കുറെ ആളുണ്ടല്ലോ. ആ പേര് മൊത്തം എഴുതാൻ കഴിയുമെങ്കിൽ ഇജന്തിന് എന്റെ പേര് എഴുതി ആര് ഒഴിച്ച്? എന്നിട്ട് ചന്ദ്രിക എഡിറ്റോറിയൽ ബോർഡിന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് ആര്? ബാഫക്ക് തങ്ങള്. അതാണ് മുഅ്മിനീങ്ങൾ. ഇത് മുഅ്മിനീങ്ങളെ രീതിയാ. ഇന്ന് അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പൊ വന്നത് എന്താണ്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഓൻ തന്നെ പൈസ കൊടുക്കാം. മനസ്സിലായില്ല? അങ്ങനെ തന്നെയല്ലേ മോനെ? അത് മാത്രമൊന്നല്ല, കമ്മിറ്റിക്ക് തെരഞ്ഞെടുത്താൽ വരെ മെമ്പറൊന്നും വേണ്ട. മനസ്സിലായില്ല? ഇപ്പൊ ഈ അടുത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഒരിക്കൽ മുരളി പ്രസ്താവിച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഫ്ലക്സ് വെപ്പിക്കുന്ന പണി മാത്രമാവരുത്. ഓർമ്മ ഉണ്ടാകത്? അത് കോൺഗ്രസ് നേതാക്കൾ അല്ലേ? അങ്ങനെയല്ലേ? യൂത്ത് കോൺഗ്രസ്. അതായത് ഓരോരുത്തരും എന്ത് ചെയ്യാണ്? അവരെ കമ്മിറ്റി, ആ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലേക്കോ കോൺഗ്രസ് കമ്മിറ്റിയിലേക്കോ എടുത്താൽ അവരെന്നെ എന്ത് ചെയ്യും? ഓലെ പൈസക്ക് ഫ്ലക്സ് വെപ്പിക്കാം. അതാണ് വിമർശിച്ചത്. എങ്ങനെ? ഓനെന്നെ കൊണ്ടേ കിട്ടും ചെയ്യാൻ. ഇതാണ് അങ്ങനത്തെക്കുള്ള കാലത്ത് മനുഷ്യന്മാർക്ക് മരിച്ചു പോകലാണ് നല്ലത് എന്ന്. മരിക്കാത്തതിന് ബേജാറായിക്കോളി, മരിച്ചു പോകലാണ് നല്ലത് എന്ന്. അമലുല്ലി അജലിനാസി ഷിർക്കുൻ. മനുഷ്യന്മാർക്ക് വേണ്ടി പണിയെടുക്കാൻ ഷിർക്കാണടാ. അമലുല്ലി അജലിനാസി, ജനങ്ങൾക്ക് വേണ്ടി അമൽ ചെയ്യൽ ഷിർക്കുൻ. അതെന്താ? ഷിർക്കാണ് എന്ന്. ജനങ്ങൾക്ക് വേണ്ടി സൽക്കർമ്മം ഒഴിവാക്കൽ ദാക്കഹുവരിയാവും. അതും ധ്യാനാണ്. ജനങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യലും ഷിർക്കാണ്. ജനങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യാതിരിക്കലും ഷിർക്കാണ്. ചില കാര്യങ്ങൾ ചെയ്യൂല, ചെയ്യാതെക്കും. എന്തിന്? ജനങ്ങൾ കാണൂലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ചെയ്യലും ചെയ്യാതിരിക്കലും അല്ല, ഉദ്ദേശിക്കലാണ് പ്രശ്നം. അതെ 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 അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു സൂഫിയായ മനുഷ്യന്റെ അടുത്ത് സ്വലാത്തിന് പോകുന്ന ചില ആളുകൾ എന്ത് ചെയ്യും? ആ സൂഫി ആയ ആള് ഒരു അലക്കാത്ത തോർത്തുമുണ്ട് ഇങ്ങനെ തൊള്ളിടുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മുടെ നാട്ടിൽ. നിലമ്പൂരല്ല, നമ്മുടെ നാട് കേരളല്ലേ. മലബാറിനോട് നിലമ്പൂര് ഒക്കെ നിലമ്പൂരിന്റെ തലയിൽ കിട്ടാള് നല്ല സമാധാനാവും. നമ്മുടെ മലബാറിൽ ഒരു നല്ല മനുഷ്യണ്ട്. ആ നല്ല മനുഷ്യൻ എപ്പോഴും ഒരു അലക്കാത്ത തോർത്ത് എന്ത് ചെയ്യും? തോള് കൂടെ ഇടും. എന്നാൽ ആ മനുഷ്യന്റെ അടുത്തേക്ക് സ്വലാത്തിനും മറ്റും പോകുന്നവരും തലേന്ന് എന്ത് ചെയ്യും? തോർത്ത് വാങ്ങിയിട്ട് പിന്നെ കാറിൽ വെക്കും. എന്നിട്ട് അയാളെ സ്വലാത്തിനോ ദിക്റിനോ പോയി ഇറങ്ങുകയാണെങ്കിൽ ഓലും എന്ത് ചെയ്യും? ഈ തോർത്ത് വിട്ടാണ് അവിടെ ഇറങ്ങിയിരിക്കും. ഇത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പോയ കാറിൽ ഒരാളുണ്ടായിരുന്നു, ഇറങ്ങണത് വരെ ഇയാളെത്തുന്നില്ല. പിന്നെ ആ സസ്യ നോക്കുമ്പോ ഇയാളെ തൊഴിലുണ്ട്. എന്ത്? നമ്മുടെ നാട്ടിലെ പിന്നെ ആലിക്കാക്ക കന്നൂട്ടാൻ ഇറങ്ങുമ്പോ ഉണ്ടാവുന്ന ഒരു തോർത്ത് ഇയാളിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ദിക്കറൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി. അപ്പൊ പിന്നെ മൂപ്പരടുത്തത് കാണാനില്ല, ഇന്ന് വരെ പിന്നെ കണ്ടിട്ടില്ല. മനസ്സിലായിട്ടില്ല അങ്ങക്ക് പറഞ്ഞത്. അവിടെ എന്താ ചെയ്യണമെന്നറിയോ? ഇതെന്താ സംഗതി? അതൊക്കെ എന്താ ഞാൻ പറഞ്ഞ ലേശം ആലോചിച്ചാൽ ഇവിടുന്നോ നിങ്ങൾക്കൊക്കെ പിടുത്തം കിട്ടും. എന്താ പറഞ്ഞത്? ആ മനുഷ്യൻ ചെയ്യുന്നത് ഇത് അസ്ല. ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്താണ്? ഇത് അസ്ല് വ്യക്തി ചെയ്യുന്നത് എന്തെന്നെയാണ്? അസ്ല. പക്ഷെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യാ? ഇത് ചെയ്യാ. ഒരു കാര്യം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യലും ചെയ്യാതിരിക്കലും രണ്ടും ചെയ്യാ. ചെയ്യാനും പാടില്ല, ജനങ്ങൾ കാണൂലോ എന്ന് വിചാരിച്ചിട്ട് നന്മ ഒഴിവാക്കുക, അത് പറ്റൂല. ജനങ്ങൾ കാണുമല്ലോ എന്ന് വിചാരിച്ച് നന്മ ഒഴിവാക്കുക, അത് റിയാ. അപ്പോൾ അവനെന്താ? നമ്മളെ കാണിച്ച ചെയ്യൂലെന്നേ ഉള്ളൂ, കാണാതെ ചെയ്യും. അപ്പൊ മുപ്പര് അത്രയും അമല് സൂക്ഷിക്കുന്ന ആളായി. തിരിഞ്ഞിട്ടില്ല, കുറച്ച് ആയത്ത് ഇറങ്ങിയാലേ ഇത് മനസ്സിലാവുള്ളൂ. ജനങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു സുന്നത്ത് ചെയ്യൽ, അതെന്താണ്? റിയാ. ജനങ്ങൾ കാണുമല്ലോ എന്ന് സുന്നത്ത് ഒഴിവാക്കൽ, അതും റിയാ ആണ്. കാരണം അത് ജനങ്ങളുടെ ഇടയിൽ പരക്കും. എന്ത് പരക്കും? മൂപ്പര് ആരും കാണാതെ ചെയ്യുള്ളൂ. മനസ്സിലായില്ല? അതും റിയാണ്. മൂപ്പര് നല്ലോണം കൊടുക്കും, പക്ഷെ ആരും കാണൂലെന്നേ ഉള്ളൂ, അതും റിയാണ്. അത് വലിയ റിയാണ്.
നിങ്ങൾ ഇവിടെ ഇല്ല, നമുക്ക് ഈ ആഴ്ച ഇങ്ങനെ ഇരുന്നിട്ട് ബാക്കി അടുത്ത ആഴ്ച പറയാം, എന്നാലും പറയാ ഓനാണ് വലിയ നമുക്ക്. കാരണം ഓൻ 2 ശ്രേഷ്ഠ 2 തോന്നിയാസം ചെയ്ത് 2 തെറ്റിയത്. ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി അവൻ കൊടുത്ത്, മനസ്സിലായില്ല, ജനങ്ങൾക്ക് വേണ്ടി സാധുവിന് കൊടുക്കേണ്ടത് ഇവൻ എന്തായിട്ടില്ല, ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അവൻ എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. പിന്നെ അവൻ എന്തും ചെയ്ത് കൊടുക്കേണ്ടത് കൊടുത്തില്ല. പിന്നെ അവൻ എന്തും ചെയ്ത് മൂപ്പര് വളരെ രഹസ്യമായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് എന്ത് ചെയ്ത് ശ്രേഷ്ഠതയും നേടി. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാലോ? അപ്പൊ കൊടുക്കലും വലത്തെ കഴിയുന്നത് ഇടത്തെ കൈ അറിയരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കാണരുത് എന്നല്ല. എന്റെ നെയ്യത്തിൽ ഇടത്തേക്ക് അറിയണം എന്ന ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. ഇടത്തേക്കാണ്ട് വലത്തെ കൈ കൊടുത്ത് ഇടത്തെ കൈ അറിയില്ലേ? അറിയും. പിന്നെ അറിയരുത് പറഞ്ഞത് അറിയണം എന്ന ഉദ്ദേശം നിനക്ക് ഉണ്ടാകാൻ. അപ്പൊ അവിടെ പ്രശ്നം എന്തിൽ മാത്രമാണ്? നിയ്യത്തില്. ജനങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യലും ആണ്, ചെയ്യാതിരിക്കേണ്ടിയാണ്. മൂപ്പരോട് അങ്ങനെ എല്ലാവരും കൂടി പോയി പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു വളരെ രഹസ്യമായിട്ട് ചെയ്യുള്ളൂ. അതാണ് ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞ. അപ്പൻ ജനങ്ങളുടെ ഇടയിൽ ആരായി പറഞ്ഞത് മനസ്സിലാവണുണ്ടോ? അപ്പൊ ആരായി? അതായത് പരസ്യമായി കൊടുക്കേണ്ട പരസ്യമായി കൊടുത്ത്, കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെ കൊടുത്ത്. ജനങ്ങൾ സാധാരണ ചെയ്യും പോലെ ഈ ചെയ്യുക. മനസ്സിൽ എന്തുണ്ടാവുക? ജനങ്ങളെ ഉദ്ദേശം നിനക്ക് ഇല്ല. അത് ഭയങ്കര പണിയാണ്. അത് ഭയങ്കര പണിയാണ്. അതാണ് പണി. അതാണ് പണി. അത് പണിയാ. അതാണ് പണി. അത് പണി തന്നെയാണ്. അതാ ഭയങ്കര പണിയാ. അതായത് സാധാരണ ചെയ്യും പോലെ കണ്ട് ചെയ്യാം. എന്നിട്ട് മനസ്സിലൊരു ഉദ്ദേശം ദുരുദ്ദേശം ഇല്ലാതിരിക്കുക. പിന്നെ അമലുല്ലി അജലിന്നാസി, നേരം വൈകിയോ? അമലുല്ലി അജലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യൽ ശിർക്കുൻ, ശിർക്കാണ്. അമലിനെ വർജിക്കുക, ലിന്നാസി, ജനങ്ങൾ കാണിക്കാൻ വേണ്ടി, റിയാവും, അതന്നെയാണ് എന്ത്? സബഹ്ലല. സബഹ്ലല എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ നേട്ടം നേടുന്ന, പണിയെടുക്കാതെ കാര്യം കിട്ടി, എന്ത് ഒന്നും കൊടുത്തില്ല, എന്നാ ജനങ്ങളിടയിൽ എന്തായി? വലിയ ആളായി, വലിയ വായ്പാണ്. അപ്പൊ അതൊന്നും വിഷയാക്കണ്ട. ഇത് സാധാരണ ജീവിക്കും പോലെ ജീവിക്കാം. കൊടുക്കേണ്ടത് കൊടുത്ത്, മനസ്സിലായി, കൊടുക്കേണ്ടടുത്ത് കൊടുത്ത്, വെക്കേണ്ടടുത്ത് വെച്ച്, അതൊക്കെ. പക്ഷെ എന്റെ മനസ്സിൽ എന്തില്ല? നീയത്തില്ല. റിയാ എന്ന് വരുന്നത് എവിടെ മാത്രമാണ്? നീയത്തില. മനസ്സിലായത് നിങ്ങൾക്ക് പറഞ്ഞത്? അതായത് റിയാഇന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണ്ട? റിയാ ആവോലോ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഒഴിവാക്കണ്ട. റിയാഇന് വേണ്ടി ചെയ്യും വേണ്ട. റിയാ വരുമെന്ന് വിചാരിച്ച് ഒഴിവാക്കലും റിയാ ആണ്, ചെയ്യലും റിയാ ആണ്. പിന്നെ അവിടെ എന്താ ചെയ്യണ്ടേ? ചെയ്യേണ്ടാത്ത ചെയ്യണ്ടാതിരിക്ക. ആർക്ക് വേണ്ടി? മനസ്സിൽ ആരേ ഉള്ളൂ? അല്ലേ ഉള്ളൂ. അന്നെ നീയത്തങ്ങട്ട് കൊണ്ടേട്ടത് കുത്തിക്കണം, അവിടെ പണിയെടുക്കണം, അവിടെ ഒപ്പിക്കണം. അതാണ് ബുദ്ധിമുട്ട്. അതാണ് പറഞ്ഞത്. പിന്നെ 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 നോക്ക്, എന്ന് പറഞ്ഞാൽ ഒരു പണിയും എടുക്കാതെ നേട്ടം നേടുക. പിന്നെ നീ ഒരിക്കലും തേടരുത്. മുഹൈമിനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മൻസിലതൻ, ഒരു സ്ഥാനവും നീ ആഗ്രഹിക്കരുത്. ഇൻ കുൻത തത്ലുബു ഇൻദ നാസിൻ മൻസിലാ, ജനങ്ങളുടെ അടുക്കൽ ഒരു സ്ഥാനത്തെ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ നീ സ്ഥാനം പിന്നെ പ്രതീക്ഷിക്കണ്ട, കിട്ടൂല. ലാ തത്ലുബു, ലാ തുൽഹി, എങ്ങനെ ലാ തത്ലുബൻ, മുഹൈമിൻ അള്ളാന്റെ പേരാണ്. ലാ തത്ലുബൻ, നീ ഒരിക്കലും ആഗ്രഹിക്കരുത്. ഇൻദൽ മുഹൈമിനി, മുഹൈമിനായ അള്ളാഹുവിന്റെ അടുക്കൽ നീ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. മൻസിലത്തൻ, ഒരു സ്ഥാനവും നീ പ്രതീക്ഷിക്കണ്ട. ഇൻ കുൻത തത്ലുബു, നീ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ഇൻദ നാസിൻ, ജനങ്ങളുടെ അടുക്കൽ, മൻസില, ഒരു സ്ഥാനം. ജനങ്ങളെ അടുക്കൽ സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പ്രതീക്ഷിക്കണ്ട? അള്ളാന്റെ അടുക്കൽ പ്രതീക്ഷിക്കേ വേണ്ട, കിട്ടൂല, ഒരിക്കലും കിട്ടൂല. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ഒന്ന് ആദ്യം മുതൽ ഒന്ന് ചൊല്ലി അവസാനിപ്പിക്കാം.
وتوكلا متجردا في رزقك ثقة بوعد الرب أكرم مفضلا أما المعيل فلا يزود قعوده عليه متوكلا لا تبذلا للناس عرك طامعا في مالهم أو جاههم متذللا أخلص وداعا لا تريد بطاعة إلا التقرب من إلهك ذي الكلا لا تقصدا معه إلى ورد الدنيا كثنائهم أو نحو ذاك توسلا واحذر رياء محبطا لعبادة وانظر إلى نظر العليم فتكملا لا تظهرن فضيلة لا تعتقد لا تبرزن لينكروك رذائلا إيمان مرء لا يكون تكاملا حتى يرى ناسا بإبل مثلا فيكون ذموهم ومدحوهم سواء لم يخش لومة لائم في ذي العلا عمل لأجل الناس شرك تركه للناس ذاك هو الرياء سبهللا لا تطلبا عند المهيمن منزلا إن كنت تطلب عند ناس منزلا ഒന്നുകൂടി ഒറ്റ അർത്ഥം ഒറ്റടിക്ക് ഓടിച്ച് പറഞ്ഞുതരാം. തവക്കലൻ നീ പൂർണ്ണമായി തവക്കുലാക്കണം. മുത്തജദ്ദിദൻ എല്ലാ ഏർപ്പാടുകളിൽ നിന്നും ഒറ്റപ്പെട്ട നിലയിൽ ഒരു ഏർപ്പാടും ചെയ്യാതെ നീ തവക്കുലിൽ മാത്രം ബലമേൽപ്പിക്കുക. നിന്റെ റിസ്ഖിൽ നീ പൂർണ്ണമായി ഒറ്റപ്പെട്ട് എല്ലാ കാര്യത്തിനും ഒഴിവായി ബലമേൽപ്പിക്കണം. എന്തിനോട് ബലമേൽപ്പിക്കണം? അള്ളാഹുവിന്റെ കരാറിനോട് ഉറപ്പിച്ച നിലക്ക് അവൻ ഭക്ഷണം തരുമെന്ന് കരുതി ഒരു പണിക്കുയി പോണ്ട. അക്രമ ഏറ്റവും മാന്യനായ റബ്ബിനോട് ബലമേൽപ്പിക്കുക, അവന്റെ കരാറിനോട് ബലമേൽപ്പിക്കുക. പിന്നെ മുഫദ്ദിലൻ അവന്റെ ഫളിലിനെ അവന്റെ ഔദാര്യത്തെ പ്രതീക്ഷിച്ചവനായ നിലയിൽ. മനസ്സിലായില്ലേ? ഒരു പണിക്കും പോണ്ട. നിസ്കാരം, നോമ്പ്, സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ്, ളുഹ അങ്ങനെ കൂടന്നെ. പിന്നെ അമൽ മുഈലു എന്നാല് പെണ്ണുങ്ങളും കുട്ടികളുള്ള ദരിദ്രനായ മനുഷ്യൻ ഫലാ യജൂസു ഖുഊദുഹു അവൻ ഒരിക്കലും ഇരിക്കൽ ജായിസ് ആവുകയില്ല. അൻ മക്സബിൻ ചെയ്യേണ്ട ഒരു തൊഴിലിനെ തൊട്ട് അവൻ ഇരിക്കാൻ പാടില്ല. ഈ കുടുംബത്തിന് വരുമാനം ഉണ്ടാവുന്ന ഒരു തൊഴിൽ ചെയ്യാതെ ഇരിക്കൽ അവന് ജായിസ് ആവുകയില്ല. മുതവക്കിലൻ എല്ലാം തവക്കുലാക്കിയിട്ട് അങ്ങനെ ഇരിക്കാൻ പാടില്ല. അവൻ എന്തെങ്കിലും പണിയെടുക്കണം. അതോടുകൂടെ തന്നെ ഇനി അവൻ പണിക്ക് പോവുകയാണെങ്കിൽ പോലും ലാ തബ്ദുലൽ ലിന്നാസി അവൻ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കരുത്. ഇർലക നീ നിന്റെ അഭിമാനത്തെ ചെലവഴിക്കരുത്. ത്വാമിഅൻ ഫീ മാലി ജനങ്ങൾ മുതൽ തരുമെന്ന് പ്രതീക്ഷിച്ചിട്ട്, ഔ ജാഹിം അല്ലെങ്കിൽ സ്ഥാനം തരുമെന്ന് പ്രതീക്ഷിച്ചിട്ട്, മുതദല്ലിലൻ വളരെ നിസ്സാരനും വിനയാന്യതനുമായിട്ട് ജനങ്ങളെ മുന്നിൽ രക്കണ രൂപത്തിൽ കൈകാട്ടാൻ പാടില്ല. അല്ലാഹുവിന്റെ ഇസ്സത്ത് തന്നെ നിലനിൽക്കണം. പിന്നെ വലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലിഹി വൽ മുഅ്മിനീൻ ഇസ്സത്ത് ആർക്കാണ്? വലില്ലാഹി വലി റസൂലിഹി ആർക്കാണ്? അള്ളാഹും റസൂലിനും പിന്നെ ആർക്കുമാണ്? മുഅ്മിനീങ്ങൾക്ക് ഇല്ലാത്ത പണി ആരെടുക്കൂല? മുഅ്മിൻ എടുക്കൂല. തീട്ടൊന്ന് കോരിയാണ് അവൻ കോരില്ല. പണി വെക്കണമെന്ന് അറിയും. എനിക്ക് വേറെ തോട്ടിനെ കൊണ്ടുവന്നു എന്നെ പറ്റൂല അറിയും. മനസ്സിലായില്ല? മുതലാളി പറഞ്ഞ പണി മുഴുവനൊന്നും എടുക്കണ്ട. ഈ പൂള കളിക്കാൻ പറഞ്ഞാൽ പൂള കളിച്ചോ, തെങ്ങനെ കളിച്ചാൽ തെങ്ങനെ കളിച്ചോ. മനസ്സിലായില്ല? ആ തീട്ടണ് കോരിക്കോന്ന് അറിയണ്ട. എന്താ വേണ്ട? എനിക്ക് വേറെ ആളോക്കെന്നറിയാം. ഞാൻ ആരാണ്? ഞാൻ മുഅ്മിനായ മനുഷ്യനാണ്. മനസ്സിലായില്ല? എനിക്ക് ഇവിടെ തീട്ടം ചുമക്കപ്പെടാൻ ആരുണ്ട്? പറയന്തര പൊട്ടന്മാരെ പോലെ ഇരിക്കണത്. മനസ്സിലായപ്പോ പറഞ്ഞത് കക്കൂസ് ഞാൻ കോരിത്തരാ, പൈസ കിട്ടിയാൽ മതി. അത് പറയാൻ പാടില്ല. ഇയാരാ? മുഅ്മിനായ മനുഷ്യനാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പൈസ കിട്ടുന്ന പണി ഒക്കെ എടുക്കാനത് കളി ഉണ്ടല്ലോ, അക്കളി കളിക്കുന്നത്. വൈകുന്നേരം വരെ പണിയെടുത്താൽ 500 റുപ്യ അല്ലെങ്കിൽ 600 റുപ്യ കൂലി കിട്ടും. നേരെ മറിച്ച് കക്കൂസ് ഒഴിവാക്കി കൊടുത്താലോ 10,000 കിട്ടും. എന്നാലും ചെയ്യാൻ പോകരുത്. താമിഅൻ ഫീ മാലിഹിം ജനങ്ങളെ മാലിൽ വലിയ ആഗ്രഹം വെച്ചിട്ട് എന്ത് ചെയ്യാ? ഒറ്റ പണിയോടെ 10,000 റുപ്യ കിട്ടും. എന്നാ നമുക്ക് എന്ത് ചെയ്യാം? കക്കൂസ് അത് ഇജ്ജെടുക്കാൻ പാടില്ല. ഇജ്ജക്ക് സ്റ്റാൻഡ് ഉണ്ട്. ഇജ്ജൊരു ആൺകുട്ടിയാണ്. ഇജ്ജൊരു സ്റ്റാൻഡിൽ നിൽക്കണം. ഇജ്ജൊരു മുഅ്മിനായ മനുഷ്യനാണ്. അനക്ക് പൂളക്ക് മണ്ണിടാ, വളടാ. പിന്നെ മനസ്സിലായി പറഞ്ഞത് തെങ്ങിന് കളക്കാം. അതൊക്കെ എനിക്ക് സാധാരണ കിസ്ബൊക്കെ ചെയ്യാം. അതിന്റെ താഴത്തേക്ക് തന്നെ ഇറക്കണം വിചാരിച്ചാൽ എവിടെ എന്താകരുത്? ഓന് പൈസ കിട്ടിയാൽ മതി, ഓൻ എന്തും എടുക്കും എന്ന് എന്നെ പറ്റി നാട്ടിലൊരു പേരുണ്ടാകാൻ പാടില്ല. ആരാണ്? മുഅ്മിനായ മനുഷ്യനാ. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. പിന്നെ നീ എപ്പോഴും ഇഖ്ലാസോട് കൂടെ പ്രവർത്തിക്കണം. വദാ ഇഖ്ലാസ് എന്നാൽ എന്താണ്? അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഒരു ആരാധന കൊണ്ടും നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. എന്തിനെ? ഇല്ല തഖറുബ മിൻ ഇലാഹിക നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കരുത്. ദിൽകലാൽ എപ്പോഴും നിന്നെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്ന. ലാ തഖ്സുദൻ മഅഹു അല്ലാഹുവിന്റെ സാമീപ്യത്തോടുകൂടെ നീ ഉദ്ദേശിക്കരുത്. ഇലാ വർദിദ്ദുന
ദുന്യാവിന്റെ നിസ്സാരമായ ആവശ്യങ്ങളിലേക്ക് പോകരുത്. കസനായും ജനങ്ങൾ പ്രശംസിക്കും പോലെ ജനങ്ങൾ പ്രശംസിച്ച അവരെ പ്രശംസ കിട്ടുന്ന രീതി നീ പണിയെടുക്കാൻ പാടില്ല. അവനാഹിതാലിക്ക് അതുപോലത്തെ മറ്റു കാര്യങ്ങൾ തവസ്സുല മാധ്യമമാക്കിയിട്ട്, അതായത് ഈ ഒരു പണി ഞാൻ ചെയ്താൽ ഇതുവഴി ജനങ്ങളെ ഒരുപാട് പ്രശംസ എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നീ അങ്ങനത്തെ ഒരു പണിയെടുക്കാൻ പാടില്ല. പിന്നെ വഹദർ, നീ എപ്പോഴും ഭയപ്പെടണം മുഹബത്തല്ല ഇബാദത്തിന്റെ എല്ലാ ഇബാദത്തിനെയും അത് പൊളിച്ചു കളയും. വൻദുർ, നീ എപ്പോഴും നോക്കണം ഇലാ നെതിരിൽ അലീമി, എല്ലാം അറിയുന്ന അള്ളാഹു നിന്നെ നോക്കുന്നുണ്ട് എന്നതിലേക്ക് നീ നോക്കണം. ഫതകുമുല, അങ്ങനെ നീ പൂർണ്ണനാവും. നീ എപ്പോഴും ആരെ നോട്ടം ശ്രദ്ധിക്കണം? അള്ളാഹ് നോക്കണുണ്ട് എന്ന ചിന്തയിൽ എപ്പോഴും ഇരിക്കണം. ലാ തുദ്ഹിറന്ന ഫളീലത്തൻ, ഒരു ശ്രേഷ്ഠതയെ നീ പ്രത്യക്ഷമാക്കരുത്, വെളിവാക്കരുത്. ലാ തുഅതഖദ്, നിന്നെ പറ്റി ശ്രേഷ്ഠനാണെന്ന് മറ്റുള്ളവർ വിചാരിക്കാതിരിക്കാൻ വേണ്ടി. കൈ തുഴത്തക്കുന്ന കൈ തുഴത്തക്കത് ജനങ്ങൾ നിന്നെ പറ്റി നീ നല്ലവനാണെന്ന് വിചാരിക്കും എന്ന നിലക്ക് നീ ഒരിക്കലും ശ്രേഷ്ഠതയെ വെളിവാക്കാൻ പാടില്ല. പിന്നെ തന്നെ അതുപോലെ നീ പ്രത്യക്ഷപ്പെടുത്തരുത്. എന്തിന്? റദായില, ചീത്തകളെ, മോശത്തരങ്ങൾ കാണിക്കാൻ, യുങ്കിറൂക്ക, ജനങ്ങൾ നിന്നെ ഒഴിവാക്കാൻ വേണ്ടി, വെറുക്കാൻ വേണ്ടി. ജനങ്ങൾ ശ്രേഷ്ഠനാക്കാൻ വേണ്ടി നല്ലതും ചെയ്യരുത്, ജനങ്ങൾ വെറുക്കാൻ വേണ്ടി മോശം ചെയ്യരുത്. അതായത് സാധാരണ മനുഷ്യന്മാരെങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കണം. എന്നാ ഇതൊക്കെ ചെയ്യുന്ന സൂഫികൾ ഉണ്ടാവും, അവർ റേഞ്ചിന് അപ്പുറത്തുള്ള മനുഷ്യൻ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. നോക്ക് കഴിഞ്ഞു. അതായത് ജനങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു ചീത്ത ചെയ്യാതിരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഏതോ ഒരു തരീക്കത്തിൽ പങ്കെടുക്കുന്ന ഒരാളെ പറ്റി എന്നോട് ഒരു കൂട്ടുകാർ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വന്നാണ്ട് പറഞ്ഞ്, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ പുതിയൊരു ത്വരീക്കത്തേര് വന്നിട്ടുണ്ട്. അവര് ജമാഅത്ത് നടക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷയിൽ ബെറ്റിൽ നിന്ന് തിരുക്കും. ബെറ്റിൽ നിന്നാ തുപ്പ. കാരണം അവരെ ചെയ്ത് ബെറ്റിൽ നിന്നു. മനസ്സിലായില്ല? ഇവന്റെ കൂരൊക്കെ നാടുമുള്ളി ചവിട്ടി മുറിച്ചിട്ട് അരിച്ചാലേക്ക് വലിച്ചിടണം. മനസ്സിലായില്ല? ഇവൻ എന്ത് ചെയ്യാ? എന്താണടാ വിചാരിച്ചത്? എന്ത് ചെയ്യാ? ജമാഅത്ത് പള്ളിക്ക് നടക്കുമ്പോ ഇവൻ എന്ത് ചെയ്യാ? ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് ബെറ്റിലിരുന്ന് തുപ്പുക. എന്നിട്ട് എല്ലാ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഇവര് പള്ളി കയറി ഇവര് വേറെ ജമാഅത്ത് നടത്തുക. എന്ത് വലക്കിലെ ജമാഅത്ത്? എന്ത് വലക്കിലെ ജമാഅത്താണ് ജമാഅത്ത്? ഇവിടെ അഫ്ളൽ ജമാഅത്ത് ഒന്നാം ജമാഅത്താന്ന് മുസ്തഫ നബി പറഞ്ഞില്ലേ? മനസ്സിലായി പറഞ്ഞത്? അതല്ല ഇവിടെ ഇപ്പടാൻ പറഞ്ഞത്. അത് ത്വരീക്കത്തിൽ ഉള്ളവനായി ഇല്ലാത്തവനായി ഏത് ആരാണോ ആ മഹല്ലിലെ ജമാഅത്തെ പറ്റി അവിടെ ഇമാമാക്കിയത് അയാളോട് പിൻപറ്റണ്ടല്ലേ? അയാളെ പറ്റൂല, അയാളെ ഹറാമ് ചെയ്യണ മൂല്യരാണെങ്കിൽ അയാളെ വലിച്ച് പുറത്തിട്ട് വേറെ ആളെ കൊണ്ടുവരണം. എന്നാലും നാട്ടിലെ ഇമാമിനോട് എതിരാൻ പാടുണ്ടോ? ബെറ്റിലെന്നിട്ട് ഇങ്ങനെ ഉത്തരിക്കുക. എന്നിട്ട് എന്റെ ഓലെ വലിയ ശേഖ എന്താവുന്നുണ്ട്? ശേഖ എന്ത് ചെയ്യും? ബെറ്റിലെണ്ണും. അപ്പൊ വരും തുപ്പ് തന്നെ. ഇതാവലെ ഇബാദത്ത്. ബെറ്റിലെണ്ണ തുപ്പ. എന്തേ? ഒരു ശേഖ പോന്താ ഇയാള്. ഏത് മക്കൾ? ഇതെന്ത് ഇസ്ലാമാ ചങ്ങായിമാരെ? ഇതൊന്നുമല്ല ഇസ്ലാം. ഇസ്ലാം ഇവിടെ മുത്ത് മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇസ്ലാം, ഈമാന്, പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്വ, അത് ആര് കാണിച്ചിട്ടുണ്ട്? പുണ്യ മുഹമ്മദ് മുസ്തഫ. പിന്നെ അവനാണ് ശേഖന്മാരെയൊക്കെ പിടിച്ച് അവരെ നല്ലവർക്ക് പോയിക്കൊള്ളെ. അതിലൊന്നും വിരോധന അല്ല കാര്യം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അവർ ചെയ്യണ മുഴുവൻ കൂടി ജോലി ചെയ്യും വേണ്ട. പിന്നെ അതിന് എനക്കൊണ്ട് കഴിയൂല. ഈമാന് മറിയും. ഓരോരുത്തർ ചെയ്യണ നമ്മളെ റപ്പായിക്ക് 500 ഇഡ്ഡലിയൊക്കെ തിന്നാം. അത് നമ്മൾ തിന്നാലോ? മനസ്സിലായില്ല? റപ്പായി 500 ഇഡ്ഡലിയൊക്കെ തിന്നും. എന്നോട് തൃശ്ശൂർക്കാർ ചോദിച്ച് റപ്പായി തിന്നണത് എവിടേക്കാ പോണത് എന്നാണ്. മനസ്സിലായില്ല? തിന്നുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ്. അത് ശൈത്താൻ തിന്നാണ് ആവോ ഉസ്താദെ എന്ന് എന്നോട് ചോദിച്ചു. 500 ഇഡ്ഡലിയൊക്കെ ആര് തിന്നും? റപ്പായി. അപ്പൊ അത് ഇജ്ജ് തിന്നാൻ പറ്റുമോ? മനസ്സിലായില്ല? അങ്ങനെയാണ് ഈമാനം മാറി. ഒരു മനുഷ്യന്റെ ഈമാനും ഒരു വ്യക്തിയുടെ ഈമാനും ലായക്കൂന് തക്കാമുല, അത് പൂർത്തിയാവുകയില്ല. ഹത്താ യറാനാസൻ, ജനങ്ങളെ അവൻ കാണുന്നത് വരെ, ബിഇബിലിൻ, ഒട്ടകത്തോട് മുസിര ഉപമപ്പെടുത്തപ്പെട്ട നിലയിൽ കാണുന്നത് വരെ. ഫയക്കൂനു, അങ്ങനെയാകുമ്പോൾ ആയിരിക്കും ദമ്മുഹും, അവരുടെ വിമർശനവും, വമദ്ഹുഹും, അവരുടെ പ്രശംസവാ സമയിരിക്കും. ലം യഖ്ശ, അവൻ ഭയപ്പെടാൻ പാടില്ല. ലൗമത്ത ലായിമിൻ, ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെ, ഫീ ദിൽഉല, മേലെയായ അള്ളാഹുവിന്റെ കാര്യത്തിൽ. മറ്റൊരെന്താ ആക്ഷേപിക്കുക? അതൊന്നും ഈ നോക്കണ്ട. അള്ളാഹ്ക്ക് അവിടെ പണിയാണോ? അടുത്താളാ. പിന്നെ അമലുല്ലി അജ്ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുക. ഷിർക്കുൻ, അത് ഷിർക്ക്. ജനങ്ങൾ കാണാൻ വേണ്ടി കർമ്മം ചെയ്യൽ ഷിർക്കാണ്. പിന്നെ തെർക്കുഹു, അമലിനെ ഒഴിവാക്കുക. ലിന്നാസി, ജനങ്ങൾ കാണുമല്ലോ എന്ന് വിചാരിച്ച് നല്ലൊരു അമലാണ്ട് ഒഴിവാക്കുക. റിയാവും, അതന്നെയാണ് റിയാ. സബഹലല, കർമ്മം ചെയ്യാതെ കയറി വരുന്ന റിയ ആണത്. പിന്നെ
ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മുഹൈമിനായ അല്ലാഹുവിന്റെ അടുക്കൽ മൻസിലത്തൻ ഒരു സ്ഥാനത്തെയും നീ ആഗ്രഹിക്കണ്ട. ഇൻ കുൻത തത്ലുബു ഇൻദ നാസിൽ മൻസില ജനങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും അല്ലാഹുവിന്റെ അടുക്കൽ ആ സ്ഥാനം കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا وشفيعنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم. الله എല്ലാം നീ സ്വീകരിക്കണമേ റബ്ബേ. നിന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ നീ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. എല്ലാ മഹാന്മാരുടെ ബറക്കത്തും ഖൈറും ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ റബ്ബേ. എല്ലാ സാലിഹ്യങ്ങളും പോയ വഴിക്ക് നീ ഞങ്ങളെ ആക്കണമേ പഠിച്ചോനെ. അള്ളാഹുവേ, ഈ കിതാബിന്റെ തന്നെ പേര് ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖിൽ ഔലിയാ, ഔലിയാക്കന്മാരെ വഴിയിലേക്ക് ബുദ്ധിമാന്മാരെ ഹിദായത്താക്കുക. എങ്ങനെയാണ് വലിയായത് എന്ന് ബുദ്ധിമാന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഈ കിതാബിന്റെ പേര്. അതായത് അള്ളാഹിന്റെ പൊരുത്തം കിട്ടിയ മനുഷ്യന്മാർ എങ്ങനെ പൊരുത്തം നേടി എന്നതാണ് ഇതിന്റെ ചർച്ച. അങ്ങനെ നേടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റബ്ബേ. നീ പറഞ്ഞ നിന്റെ മുത്തഖീങ്ങളായ അടിമകൾ പറഞ്ഞ ആ ബുദ്ധിമാന്മാരിൽ ഞങ്ങളെ നീ ചേർക്കണമേ റബ്ബേ. അള്ളാഹുവെ, പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമേ റബ്ബേ. ഈ ഷഅബാനിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. ബഹുമാനപ്പെട്ട റമളാൻ സന്തോഷമായി വരവേറ്റ് ഓരോ രാത്രിയും നിനക്ക് വേണ്ടി നിന്ന് നിസ്കരിക്കാനും പൊരുത്തം നേടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റബ്ബേ. നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ഞങ്ങളെ പ്രസവിച്ച പാവപ്പെട്ട ഉമ്മാക്കും അന്നം തേടി ഓടിയ ഉപ്പാക്കും അറിവ് പകർന്ന ഉസ്താദ്മാർക്കും പിന്നെ ഒരു വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഒക്കെ ഞങ്ങളെ സഹായിച്ച കുടുംബങ്ങൾ, ബന്ധുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും നിന്റെ വാസിഅത്തായ റഹ്മത്തിനെ നീ ചൊരിഞ്ഞു തരണമേ പഠിച്ചോ. ഹലറിലും സഫറിലും ഞങ്ങളെ നീ കാക്കണമേ റബ്ബേ. ഹലറിലും സഫറിലും ഞങ്ങളെ നീ കാക്കണമേ റബ്ബേ. ഹലറിലും സഫറിലും വായുവിലും വെള്ളത്തിലും കരയിലും ഒക്കെ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. നീ അല്ലാതെ ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരാളുമില്ല. നീ ഞങ്ങളെ സംരക്ഷിക്കണമേ പഠിച്ചോനെ. എല്ലാം നിന്റെ ഹസ്തത്തിലായി നീ ഞങ്ങളെ നിന്റെ പൊരുത്തത്തിലാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളെ നിന്റെ നല്ല അടിമകളിലാക്കണമേ റബ്ബേ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. എന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് വേറൊരാളും വേണ്ട, ഞാൻ മതിയാവും. ശൈത്താന് അവരുടെ മേൽ ഒരു സ്വാധീനവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടിമകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുമ്മ അമർതനാ ബിദുആ. കണ്ടിങ്ങൽ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിട്ടുള്ള ആ കണ്ടിങ്ങൽ അവിടെ CM-ന്റെ ഒക്കെ ആണ്ട് കൊല്ലത്തിൽ നടത്തിയിരുന്ന മുസ്തഫാജിയുടെ ആണ്ടൊക്കെ നടത്തിയിരുന്ന ഒരു സാധുവായ ഇറച്ചി കച്ചവടക്കാരൻ അബൂബക്കർ നല്ലൊരു മനുഷ്യനാണ്. അന്നൊരു സാലിയായ മനുഷ്യൻ അവിടെ CM-ന്റെ ആണ്ട് നടത്തിയിരുന്നതും മുസ്തഫാജിയുടെ ആണ്ട് നടത്തിയിരുന്നതൊക്കെ ആ മനുഷ്യനാണ്. അയാൾ ഇന്നലെ മരിച്ചു, ഒന്ന് മറവ് ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അല്ലാഹുവേ, മഗ്ഫിറത്ത് ചെയ്യണമേ അല്ലാഹ്, മർഹമത്ത് ചെയ്യണമേ അല്ലാഹ്. നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ഭൂമിയിൽ നിന്ന് മരിച്ചു പോവുകയാണ്. നീ ഞങ്ങളെ നിന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. നിന്റെ പൊരുത്തമുള്ള എല്ലാ കാര്യവും നടത്തി തരണമേ റബ്ബേ. നിന്റെ വിരോധമുള്ള എല്ലാ കാര്യവും ഒഴിവാക്കി തരണമേ പഠിച്ചു. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ബിഫളി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.